അഥവാ ഇസ്ലാം ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാമത്തകൾ മുഖേന എത്താത്തി അവരുടെ അനുചരന്മാർ, അവരുടെ പിൻഗാമികൾ ഇവരെല്ലാം ഇവിടെ പ്രബോധനം നടത്തി ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം. ഏത് വിഷയമാണെങ്കിലും അതിന് ഒറിജിനാലിറ്റി കൂടുന്നതും ഗ്രൂപ്പ് വർദ്ധിക്കുക എന്നത് ഓരോ പ്രചാരകർ ഞങ്ങളാണ്, അതിന്റെ ആശയങ്ങൾ എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുത്തെ അനുചരന്മാരോ അവിടുന്ന് ശേഷമുള്ള ഏതെങ്കിലും ഇതു ആ ഉദ്ദേശമാണ് രണ്ടു കാര്യങ്ങളിലെ അത് ഉറപ്പിക്കാനുള്ള വഴിപാടില്ല. കിതാബുല്ലാഹി വസുന്നത്തുർ റസൂൽ, അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സുന്നത്തും. ഇതിനകത്ത് തർക്കമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളാകുമ്പോൾ തർക്കമുണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് നാം ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിനോട് അടുക്കുമ്പോ സൂചനകളൊക്കെ ലഭിച്ചതിലേക്ക് എനിക്ക് ചെയ്യേണ്ട ഒരു പണിയുണ്ടായി. എന്താണത്? സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയാ, ഇനി ഏകദേശം ഞാൻ മരിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എനിക്ക് ലഭിച്ച വഹയാകുന്ന ഖുർആൻ അതൊന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ ക്രോഡീകരിക്കാം. എന്നിട്ട് സൂറത്തിന്റെ പേരുകളൊക്കെ ഞാൻ ഉദ്ദേശിച്ചു തരാം, കലക്കത്തും വിദ്വാവും ചൊരിക്കുമൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം, ആയത്തിന്റെ നമ്പറുകൾ ഞാൻ തരാം. എന്നിട്ട് ഞാൻ പോയ ശേഷം കുഴപ്പമുണ്ടാകരുത്. അതുകൊണ്ട് ഒരു ഗ്രന്ഥം അതാക്കിയിട്ടുകൊണ്ട് ഞാൻ പോകാം. പ്രവാചകർ പറയേണ്ടിയിരുന്നു പറഞ്ഞിട്ടില്ല. ഈ ഖുർആന്റെ വ്യാഖ്യാനമായിട്ടുള്ള തിരുസുന്നത്ത് അഥവാ ബുഖാരിയും മുസ്ലിമും തുടങ്ങിയിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഞാൻ പറഞ്ഞ ഹദീസുകളിൽ 23 കൊല്ലക്കാരമായി അതൊന്ന് ക്രോഡീകരിക്കാം. ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തിർമിദി, ഇബ്നു ഹിബ്ബാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് തർക്കം വരുമ്പോൾ ഇത് രണ്ടും നിങ്ങൾ സ്വീകരിക്കണം. ഇങ്ങനെ ഒരു എതിർപ്പാട് നടത്തിയിട്ടായിരുന്നു റസൂലുള്ളാഹിയുടെ പോകേണ്ടിയിരുന്നത് വാക്യമായി മറുവശത്തിലൂടെ ചിന്തിക്കുമ്പോൾ. പക്ഷെ എല്ലാം അറിയുന്ന റസൂലുള്ളാഹികൾ അങ്ങനെയൊന്നും ചെയ്തില്ല. പ്രഖ്യാപനം നടത്തി ഖുർആനുകൾ അംഗീകരിക്കണം, സുന്നത്തും നിങ്ങൾ സ്വീകരിക്കണം. പക്ഷേ എന്റെ ചെറുപ്പക്കാർ സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഗ്രന്ഥം അസഹുൽ കുതുബി ബാദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ബുഖാരി മുസ്ലിം അടക്കമുള്ള ഗ്രന്ഥങ്ങൾ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ക്രോഡീകരണത്തിലില്ല, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരണത്തിലില്ല, ബഹുമാനപ്പെട്ട ശാസ്ത്രീയമാവും അനുഭവമടക്കമുള്ള ഇമാമിയുടെ കാലഘട്ടത്തിൽ ക്രോഡീകരണത്തിലില്ല, പിൽക്കാലത്താണ് ക്രോഡീകരണത്തിൽ വരുന്നതാണ്. അല്ലാഹുവിനറിയാം, റസൂലുള്ളാഹിക്കറിയാം ഇതൊക്കെ ക്രോഡീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണോ. പക്ഷേ ക്രോഡീകരണം നടന്നില്ല. എന്ത്? സത്യത്തിന്റെ വക്താക്കൾ അഭിശ്വരങ്ങളിൽ ബഹുമാനപ്പെട്ട വിശ്വാസങ്ങൾക്ക് മുമ്പ് തന്റെ മുൻഗാമികളായ മഹാന്മാരെ അംഗീകരിച്ച് ഒരാളെയും തള്ളിപ്പറയാതെ, ഒരാളെയും കാഫിറാക്കാതെ, ഒരാളെയും മുശ്രിക്കാക്കാതെ എല്ലാവരെയും അംഗീകരിച്ച പാരമ്പര്യമുള്ള നേതാക്കൾ അതേ പാരമ്പര്യത്തിലൂടെ തന്നെ നമുക്ക് ലഭിച്ച ആദർശത്തിൽ വന്ന ആദർശ പുരുഷന്മാർ, നമ്മുടെ നേതാക്കന്മാർ, സൂഫിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ ഒരാളെയും കാഫിറാക്കാതെ, ഒരാളെയും മുശ്രിക്കാക്കാതെ, ഒരാളെയും തള്ളിക്കളയാതെ എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ ഒരു ലൈസൻസും ഈ ഒരു കണക്ഷനും അത് സുന്നത്തിന്റെ ആളുകളുടെ മാത്രം പുസ്തകയാണ്, വേറെ ഒരു കീഴിലുള്ള പുസ്തകമില്ല. ഉദാഹരണത്തിന് ഈ സംസാരിക്കുന്ന അബ്ദുൽ റഷീദ് സഖാഫിയും ഇൻഷാ അല്ലാഹ് ഇത് നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ യൂസഫ്, അതേപോലെ റഷീദ് സഖാഫി അടക്കമുള്ള ഏറ്റവും
അടക്കമുള്ള എല്ലാ സ്വതന്ത്രമായ നിലവിലുമാർ വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന കർമ്മങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സ്വന്തമായി വ്യാഖ്യാനങ്ങളില്ല, സ്വന്തമായി വിദ്യാർത്ഥികളില്ല, സ്വന്തമായി പറഞ്ഞ് പിന്നീട് മാറ്റിപ്പറയുന്ന വസ്തുക്കളില്ല. പകരം ഞങ്ങളുടെ അഭിമന്യനായ കുമാരൻ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുട്ടി ഇസ്മായിൽ ഉസ്താദിന് ലഭിച്ച ആദർശം നെല്ലിക്കുട്ടി ഉസ്താദിനോ തന്റെ ഉസ്താദ് അബ്ദുറഹ്മാൻശേരി ലഭിച്ച ആദർശം ആളുകൾക്കോ തന്റെ ഉസ്താദ് ലഭിച്ച ആദർശം ആളുകൾക്കോ തന്റെ ഉസ്താദിനോ ആളുകൾക്ക് ആദർശം ആളുകൾക്ക് മണ്ണിക്കുട്ടിക്കാർ പഠിപ്പിച്ച ആദർശം ആളുകൾക്ക് പഠിപ്പിച്ച ആദർശം പൊന്നാളിലേക്ക് എത്തുന്ന കണക്ഷൻ അവരുടെ ഉത്പാദനപ്പെട്ട ഇതിൽ അത് വായിക്കണി സഹോദരത്തിലേക്ക് നിർത്തുന്ന കണക്ഷൻ അത് ഉത്പാദനപ്പെടുത്തണമെന്ന് മഹാന്മാരായ പിന്നെ ഈ രീതിയിൽ മെഡിക്കലിനെ പോകുന്ന കണക്ഷൻ, ഈ കണക്ഷൻ ആരാണോ ഉൾപ്പെടുത്തിയത് അവർക്കാണ് ആദർശഭ്രംശം സംഭവിച്ചത്. പറയുമ്പോൾ എന്റെ പദം പറയും ഖുർആനിൽ ഒഴുകിപ്പിടിക്കുക, കേൾക്കുന്നവർക്ക് തോന്നും നല്ല വാചകമാണ്. പക്ഷെ അത് ഉയർപ്പിടിക്കണമെങ്കിൽ ഉദാഹരണത്തിന് നോക്കിപ്പോ 1941 ഓഗസ്റ്റ് 25-26 രൂപപ്പെട്ട പ്രസ്ഥാനമാണ് അബുദാ മൗദൂദിയുടെ പിന്നെ മൗദൂദിസം ജമാഅത്തെ ഇസ്ലാം. ആ സംഘം രൂപീകരിച്ച പ്രഖ്യാപനം തന്നെ കശ്മകശിലാണെങ്കിൽ റൂറാനി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒന്നാമത്തെ രണ്ടാമത്തെ പേരിൽ തന്നെ പറയുന്നുണ്ട് ഒരു കുറിക്കിച്ചത് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു ഇസ്ലാമിനെ ശരിക്കും ഞാൻ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു പൊതുവിശ്വാസിയായി പുതിയ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് ചേർന്നിരിക്കുന്നു. ഇങ്ങനെ ഞാനൊരു പൊതുവിശ്വാസിയാണെന്നും പഴയ പാരമ്പര്യം വിച്ഛേദിച്ചുവെന്നും തുറന്ന ഭാഷയിൽ കോടതി പറഞ്ഞു. തത്വ യോഗ്യതയുള്ള തെളിവുകൾ അവർ ചെയ്ത പണി അങ്ങനെ തന്നെ. അതിന്റെ ഇതിന്റെ ഉത്ഭവം അതിന്റെ ആളായ പിതാവായ ഷാ മുഹമ്മദ് ഇലിയാസ് ഖാൻ തലവി അദ്ദേഹം വ്യക്തമായി പറഞ്ഞതായി തന്റെ ശിഷ്യൻ അബൂ ഹസൻ അലി നദവി ദീനിന്റെ പുസ്തകത്തിന്റെ 234 പേജിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. സഹീഹുൽ ഹസൻ മേരാ മുദ്ദാ കോയി ബാത് नहीं जो समझते हैं एक तारीख के सुरात है मैं कसम से कहता हूँ एक तारीख के सुरात नहीं. एक रोज बड़ी इज्जत से फरमाया या सहीहुल हसन एक नई कौम पैदा करनी है. ജമീൽ ജമാഅത്തിന്റെ സ്ഥാപകൻ ഷാമോദിയാസ് പറയുന്നത് സഹീഹുൽ ഹസൻ എന്റെ വാദഗതി എന്താണെന്ന് ആളുകൾക്ക് ആർക്കും തിരിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് പൊതുവെ മനസ്സിലാക്കി വെച്ചത് ഇത് നിസ്കരിപ്പിക്കുന്ന പാർട്ടിയാണെന്ന. ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അങ്ങനെ നിസ്കരിപ്പിക്കുന്ന പാർട്ടിയല്ല. ഏറ്റവും വലിയ ദുഃഖമായ അതീവ ദുഃഖത്തോടുകൂടിയാണ് പിന്നീട് ഏർപ്പാടുണ്ടാകുന്നത്. സഹീഹുൽ ഹസൻ എന്റെ പ്രിയപ്പെട്ട സഹീഹുൽ ഹസൻ, എന്റെ പ്രിയപ്പെട്ട സഹീഹുൽ ഹസൻ ഒരു പുതിയ തലമുറ ഉണ്ടാക്കണം, ഒരു പുതിയ ഭാഗത്തിനെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോദി പറയുന്നത് രാജ്യങ്ങളുടെ ചർച്ചകൾക്കത് ലോകത്തിന്റെ തലയിലുള്ള ഈ ഭാഗമാണ്. പിന്നീട് കാണാവുന്ന കേന്ദ്രങ്ങൾ പരിപാലിക്കാതെല്ല തീറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവരോ അവർ കുറ്റിയിട്ടൽ വ്യക്തിയർത്ഥവര് എവിടെ ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ എത്തിച്ചു പോരാളിയാണ്, ബുഖാരി എത്തിച്ചു പോരാളിയാണ്, മുസ്ലിം എത്തിച്ചു പോരാളിയാണ്. ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളാണ്. അവരാണ് ഖുർആൻ, അവരാണ് ബുഖാരി, അവരാണ് മുസ്ലിം. അവരുടെ ജീവിതമാണ് ഖുർആനിന്റെ വ്യാഖ്യാനം, അവരുടെ വാക്കുകളാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. അവരെങ്ങനെയാണ് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയത്, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിച്ചത്, അങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അവരെങ്ങനെയാണ് അടുത്ത നമ്മൾക്ക് കൈമാറിയത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരെങ്ങനെയാണ് കൊണ്ടുപോയത്, അങ്ങനെയാണ് പോയത്.
പള്ളിയിൽ ഏതൊക്കെ കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് അതാണ് ഉണ്ടാക്കിയത്. അവർക്ക് ആ പരാജയത്തിൽ അക്കാര്യത്തിൽ എണ്ണം വെച്ചത് ആ എണ്ണമാണ് നാം പഠിക്കേണ്ടത്. അവരെങ്ങനെയാണ് ചന്ദ്രത്തിനെ നോക്കിയിട്ട് മാസം ഉറപ്പിച്ചിട്ട് വെള്ളാളിനെ ഉപയോഗിച്ചത് അങ്ങനെയാണ് കഴിക്കേണ്ടത്. അവർ പലാത്തിന്റെ വിഷയത്തിൽ എന്താ സ്വീകരിച്ചത് അതാണ് സ്വീകരിക്കേണ്ടത്. അവരാണ് സ്വഭാവ. എന്തുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു തആല സാദിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. വിശുദ്ധ ഇസ്ലാമിലേക്ക് സർവാത്മന കടന്നു വന്ന മുഹാജിറുകൾ, ആ മുഹാജിറുകൾക്ക് ആവശ്യമായ എല്ലാ ഹെൽപ്പുകളും ചെയ്തു കൊടുത്ത സർവസന്നദ്ധരായ അൻസാറുകൾ. ഈ രണ്ട് വിഭാഗത്തിലും നല്ല ചിന്ത വെച്ച് നല്ല ധാരണയോടെ അവർ പിൻപറ്റിയ മഹത്തുക്കൾ റളിയല്ലാഹു അൻഹും അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറദു അൻഹു അല്ലാഹുവിനെ തിരിച്ച് അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ സ്വഹാബാക്കിറ റസൂലുള്ളാഹി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. 8 20 11 യുണൈറ്റഡ് ബാങ്ക് സിംഗിളോ ഡബിളോ, ലേഡീസ് കമ്പാർട്ട്മെന്റുള്ള വണ്ടിയാണോ അല്ല വിത്തൗട്ട് വണ്ടിയാണോ, ഉത്തരവാദ അറബിയാണോ പ്രാദേശിക ഭാഷയിൽ ആകാൻ പറ്റുമോ, കണക്ക് നോക്കി മാസത്തെ എത്തിക്കണോ, നെറ്റേറ്റങ്ങളെ കൊണ്ട് ദർശിക്കണമോ, തലപ്പാവുത്തായി ധരിക്കണമോ, ഔഷധവിദ്യാവയും ചെയ്യണമോ, പൂർവ്വകാല മതങ്ങൾ പറയണമോ, പൂർവ്വകാലത്താളുകളെ അനുസ്മരിക്കണമോ, മരണശേഷം മരിച്ചുപോയ ആളുകൾക്ക് കൂലിയാഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്വർഗ പോലത്തെ കാര്യങ്ങൾ എടുക്കണമോ, മരിച്ചെടുത്ത് ഖുർആൻ പാരായണം നടത്തണമോ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ചർച്ചകൾ വരും, സാധ്യതകൾ വരും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതോ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നിങ്ങൾക്ക് സത്യസന്ധരായ സ്വഹാബത്തിലെ അതേ ബഹുമാനപ്പെട്ട ഖുലഫാക്കളെ നിങ്ങൾ അനുധാവനം ചെയ്യാനെന്ന് നിമിത്തങ്ങൾ അംഗീകരിക്കുക. എന്നാൽ മുജാഹിദ് ആളുകൾ വളരെ സ്വാഭാവികം തന്നെ പറഞ്ഞു, മുസ്ലിയാക്കളുടെ പ്രവർത്തനം ചെയ്യുവാനോ എങ്കിൽ ഇതുവാണെങ്കിൽ ചില സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിലാക്കാൻ പറ്റില്ല. MP അബ്ദുറഹ്മാൻ മൗലിവായാൽ അദ്ദേഹം കുത്തുവാനുണ്ട്. 83ാമത്തെ പേജിൽ തുടങ്ങി 84ാമത്തെ പേജിൽ അവസാനിക്കുന്ന വരികൾ. ആ വരികളിൽ അവർ എഴുതുന്നത് വസ്തുത ചരിത്ര സത്യങ്ങൾ മുമ്പിൽ വെച്ച് ചിന്തിക്കുന്ന ആർക്കും സ്വഹാബത്ത് അനധികാരികളിൽ ചെന്ന് അറബി ഭാഷയിൽ ഉപദേശം ചെയ്തിരുന്നുവെന്ന് സമ്മതിക്കാനുള്ള അവകാശമില്ല. ഇനി ഒന്നില്ലെങ്കിൽ വസ്തുനിഷ്ഠമായ രേഖകൾ കൊണ്ട് തെളിയിക്കേണ്ടത്. ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തെ മുസ്ലിയാക്കൾ ചെയ്തത് വീരത്തല്ലാത്ത പോലെ അതൊന്നും തെളിവാകയില്ല. സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിനെ വളരെ ഓർച്ചയായിട്ടാണ് തള്ളിക്കാണുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെ മൊത്തത്തിൽ തള്ളിയെങ്കിൽ മറ്റൊരു ഭാഗത്ത് കേരളത്തിക്കൊണ്ട് തന്നെ തള്ളി. എവിടെയാണ് തള്ളിയത്? 1989 ഒക്ടോബർ ലക്ഷത്തിലെ അൽമന രണ്ട് ഗ്രൂപ്പും ഉണ്ടായിരുന്നു ഒരുമിച്ചുള്ള കാലം. ആ കാലത്തിറക്കിയ പത്രമാണ്. ഞാൻ ഇപ്പോഴേക്ക് ഒരു ഗ്രൂപ്പുമായി ഞങ്ങളുടെ പത്രമല്ല, അതിൽ മറ്റേ പത്രമല്ല. ഞാൻ രണ്ട് ഗ്രൂപ്പുകളും ഉണ്ടാക്കി. ഒന്ന് ഇറങ്ങും, മറ്റൊന്ന് പോകുന്നു. അതിന്റെ പേരുള്ള വിജയങ്ങളുണ്ടെങ്കിൽ എന്നോട് വിഷമിക്കരുത്. വ്യക്തിപരമായിട്ട് ഞാൻ ആരും കൈകാര്യം ചെയ്യുന്നില്ല. പിന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എറണാകുളം ഉണ്ടായിരുന്നതിന്റെ ഷോർട്ട് ഫോമാണ്. സ്വീകരിക്കുന്ന കാര്യത്തിൽ ഷോർട്ട് ചെയ്താവുമല്ലോ. അപ്പൊ എറണാകുളം ഇറങ്ങും, കോഴിക്കോട് ഉണ്ടായി പോകുന്നു, അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്നാൽ രണ്ട് ഗ്രൂപ്പായിട്ട് ഇപ്പൊ ബന്ധിച്ചിട്ടുണ്ട്. അതാവുന്ന മറുപടിയിലും അല്ലാതെ ചർച്ചയ്ക്ക് വരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ആ രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ചുള്ള അന്ന് വിഭജനത്തിന് മുമ്പ് അവിഭക്ത മുജാഹിദുകളാണ്. അപരമക്തമായ ഒന്നാമത് ഇസ്രായേലി പുരാണ ഇതിഹാസങ്ങൾ ഇസ്ലാമിൽ പ്രചരിച്ചതെങ്ങനെ എന്ന മുത്തശ്ശേരിയുടെ രേഖ. ആ ലേഖനത്തിൽ പറയുന്നത് ഒരുപാട് കള്ളക്കഥകൾ ഇസ്ലാമിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ടോ അതിന്റെ സങ്കടം അതെന്തുമാവട്ടെ, പിന്നെ അത് കടത്തിക്കൂട്ടിയത്, അത് പാല വെച്ചു കൊടുത്തത്, ചൂട്ടുപിടിച്ചു കൊടുത്തത് സ്വഹാബാക്കിറാമാണ്. സ്വഹാബാക്കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് ഇത് പറഞ്ഞാൽ പിന്നെ സ്വാഗതം നോക്കുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല. രണ്ടു കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഇസ്ലാമിന്റെ ആരംഭദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു.
ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ ഉസ്മാൻ അവരുടെ കാലത്താണ് സർവപ്രചാരം സിദ്ധിച്ചത്. പ്രധാന പ്രതികൾ രണ്ടെണ്ണം, ഒന്നാം പ്രതി രണ്ടാം പ്രതി, ഉസ്മാനുള്ള ഒന്നാം പ്രതി, മുൽക്കോഫിൽ രണ്ടാം പ്രതി. എന്ത് ഇസ്ലാമിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ കൂട്ടരെ കുറുകൊട്ടിക്കാർ വാദം പിടിക്കുന്നത് റസൂലുള്ളാഹിയെ നമുക്ക് കാണിച്ച് വാദാക്കി വെച്ചിരുന്ന ഭാഗത്ത് അവരെ കൂടുതൽ പ്രഗത്ഭരെയാണ് പിടികൂടിയിരിക്കുന്നത്. എന്നിട്ട് അകത്തോടു രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രസംഗന്മാരെ പാർട്ടി പ്രചരണത്തിലുള്ള ആയുധം ആക്കി വെച്ചു. എന്നിട്ട് പറയുന്നതോ, ഈ ആയുധമാക്കി വെച്ച ആളുകളെ പലരും വേതനം കൊടുത്ത് കഥാപ്രസംഗന്മാരെ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്തിന്? കള്ള കഥകൾ പ്രചരിപ്പിക്കാൻ മദീനപ്പള്ളിയുടെ മെമ്പർ അവര് അനുവദിച്ചു കൊടുത്തത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, സയ്യിദുനാ ഉസ്മാനുൽ അഫ്ഫാൻ, ഈ രണ്ടുപേരുമാണ്. ഈ കള്ളക്കഥകൾ ഇസ്ലാമിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മദീനപ്പള്ളി അലോട്ട് ചെയ്തതിന് പുറമെ പോക്കറ്റിന് സംതിങ് അത് കൂടെ കൊടുത്തതാണ്, ഏതും കൂടെ കൊടുത്തു. ഇത് പറയുന്നത് ആരെ സംബന്ധിച്ചാണ്? അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബത്ത് ഒരു പ്രവാചകന്റെ രണ്ടു മക്കളെ കല്യാണം കഴിക്കാൻ സാഹചര്യം ലഭിച്ച ഉസ്മാൻ സംബന്ധിച്ച് ഞാൻ പറയുന്നു, ഇവരെയൊക്കെ മൊത്തത്തിൽ തള്ളിയ പിന്നെ ഖുർആൻ എഴുതുന്നത് കിട്ടും, ബുഖാരി എഴുതുന്നത് കിട്ടും, മുസ്ലിം എഴുതുന്നത് കിട്ടും. അർക്കത്തിലേക്ക് ഇറക്കുന്നതിന്റെ മുമ്പ് തുടക്കം തന്നെ അബദ്ധത്തിലാണ്, ഫൗണ്ടേഷൻ തന്നെ ക്ലിയറല്ല. പിന്നെ വീടിന്റെ കാര്യം എടുക്കാറുണ്ടോ? ഇത് തുറന്ന ഭാഷയിൽ തന്നെ പച്ച മലയാളത്തിൽ എഴുതിയതാണ്. എങ്കിൽ പിന്നെ കാലത്ത് സ്വാഭാവികമായിട്ടും തള്ളിക്കളയാം. നിങ്ങൾ തള്ളിക്കളയാം. കാരണം ആദ്യമേ തന്നെ വ്യക്തികളെ പിടികൂടിയിരിക്കുകയാണ്. ഇത് വിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അടിസ്ഥാനത്തിൽ സിയോണിസ്റ്റുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ശരിക്കും വ്യക്തമായ ഉദാഹരണമാണ്. എന്ത്? ഒരുപാടുള്ള ആളുകളെ മുഴുവൻ അങ്ങോട്ട് തള്ളിക്കളയില്ല. എങ്കിൽ നേതൃത്വത്തെ ധിക്കരിച്ചാൽ പിന്നെ അനുയായികൾക്ക് സ്വന്തം പ്രവർത്തനങ്ങൾ നടത്താം. അതോടൊപ്പം ഒരുപാട് ആചാരങ്ങൾ അനാചാരങ്ങളാക്കാം, തൗഹീദുകൾ ശിർക്കാക്കാം, അനിസ്ലാമികതകൾ ഇസ്ലാമികളാക്കിയിട്ട് മാറ്റാം. കാരണം ഖുത്ബയും മറ്റും പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ സ്വഹാബത്തെ തെളിയുമ്പോൾ അല്ലേ, ബഹുമാനപ്പെട്ട മക്കിന്റെ വീട്ടിൽ ബോധിപ്പിക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ പാർസി ഭാഷയിലല്ലോ കുത്തുബോധിയിരുന്നത്. ആണോ? അറബി ഭാഷയിലെ കുത്തുബോധിയത് സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസമെങ്കിലും അവിടെയുള്ള ഭാഷകളെ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് കുത്തുബോധേണ്ടത് പാർസി ഭാഷയിലാണ്. ഓതിയില്ലല്ലോ, ഓതിയത് അറബിയിലാണ്. ഓണത്തിൽ പോലും ഇത് സംബന്ധിച്ച കാര്യവുമാണ്. ബഹുമാനപ്പെട്ട മഹാന്മാർ കേരളത്തിൽ നിന്ന് പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളികളിലൂടെ കുത്തുബോധി കാണിച്ചിരുന്നപ്പോൾ ഒരൊറ്റ പള്ളിയിലും ഇല്ല അറബിക്കാത്ത ഭാഷ കുത്തുബോധിയിട്ടില്ല. ഇല്ലെന്ന് പറയുന്നത് ഞാനല്ല, സാക്ഷാത്കരിക്കാൻ മൗലവിയാണ്. വിചാരിച്ച പ്രസ്ഥാനത്തിന് കണ്ടപ്പെട്ട മൗലവി അയാൾ പുസ്തകം കുത്തുബ ആ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞു. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. നബിയും സഹാബത്തും സദുത്തരായും കുത്തുബ പോകുന്ന സമയത്ത് റുക്കുനുകൾ അറബിയിൽ പറഞ്ഞ് ബാക്കി ഭാഗം നാട്ടുകാരുടെ ഭാഷയിൽ വിവർത്തനം ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നാം കണ്ടിട്ടില്ല. അത് 13-ാമത്തെ പേജില്ല. എന്നിട്ട് 23-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അതിനാൽ എക്കാലത്തിലെ മറ്റു ദിക്കറുകൾ എന്ന പോലെ ഇവിടെയും അറാഹുത്തോളിൽ ഇത്തിവാൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു, നബിയെ പിന്തുടരൽ നിർബന്ധമാണ്. അവ ഉത്തരവാദിത്ത സ്വഭാവത്തില്ല. ഇത് 1300 കൊല്ലക്കാരെ ഒരൊറ്റ പള്ളിയിൽ നടത്തിയതായി ഒരു ബന്ധത്തിനുമില്ല. ഇവരുണ്ടാക്കിയ പള്ളികളുണ്ട്, ഒരു പള്ളിയിലും ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇല്ല. അന്ന് മുതൽ തുറന്നു വരുന്ന 20 റക്അത്ത് തറാവീഹ്, ആ തറാവീഹ് 1929 21 പ്രവർത്തിക്കാനാണ് ഉണ്ടായിരുന്നത്. 29 പുസ്തകം വെച്ചിറക്കിയപ്പോൾ ഈ കെ മൗലവി MCC മൗലവികൾ അവരിറക്കിയ പുസ്തകം, ആ പുസ്തകത്തിൽ തറാവീഹ് പഠിപ്പിക്കുന്നത് 20 റക്അത്താണ്. ഇത് റമദാൻ മാത്രമേ ഉള്ളൂ. 2000 റക്അത്തും സലാവാക്കിക്കൊണ്ട് 75-ാം പുസ്തകം ആചരിച്ചപ്പോൾ തറാവീഹ് പറഞ്ഞു, റക്അത്തിന്റെ എണ്ണം പറഞ്ഞില്ല.
പിന്നീട് 83 മാറ്റിയെടുത്തപ്പോൾ അത് 8 വെട്ടിച്ചുരുങ്ങി. ഇപ്പൊ 2 ഗ്രൂപ്പായി ഉണ്ടായി ചിന്തിച്ചപ്പോൾ 20 ആകാം ഇവിടത്തേക്ക് എത്തി. ഇങ്ങനെ കുരുമുളകിന്റെ വിലയും സ്വർണ്ണത്തിന്റെ മാർക്കറ്റും ഇടിയുകയും കൂടുകയും ചെയ്യുന്ന പോലെ എക്കാലത്തിന്റെ എണ്ണവും ഓടിയും ശുദ്ധമൊക്കെ ആന്തരിക മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് വിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യ തരത്തിലറിയാൻ ആ തിയോളജികൾ ഉണ്ടാക്കിയെടുത്ത മാർഗം, ആ മാർഗങ്ങളെ പിന്തുടർന്ന് അംഗീകരിക്കേണ്ട വ്യക്തിത്വങ്ങളെ മുഴുവനും തള്ളിക്കളഞ്ഞു. പൂർവ്വക്കാലത്ത് കഴിഞ്ഞവരുടെ കാപ്പാക്കാൻ ഏതൊരു വഴിയും കഴിച്ചില്ല. എന്നാൽ അതിന്റെ പ്രധാനം പറഞ്ഞത് അവസരിക്കാത്ത അല്ലെങ്കിൽ മാനവൂത് അസാധാരണ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പദ്ധതികൾ, ഇതെല്ലാം ഏർപ്പെടാൻ പറഞ്ഞ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ. എന്തിനേറെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയിൽ നിന്ന് ഇസ്ലാം പഠിച്ച ചെയ്തതായി ഇമാം ബുഖാരി തന്റെ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നതാണ്. ഒരു കാല് പോഷിക്കാൻ രോഗം വന്നാൽ പോലും അവിടെ വിളിക്കേണ്ടതില്ല മുഹമ്മദ് വഫാത്തായ പ്രവാചകരെ. ഇത്യാദ തുറന്നവാദിയിൽ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ എന്ന് പറയുന്ന സ്വഹാബി സമ്മതിച്ചതായി ഇമാം ബുഖാരി തന്റെ അബ്ദുൽ സമ്മതിക്കുകയാണ്. ഇമാമികൾ അംഗീകരിക്കുകയാണ്. അതനുസരിച്ചാണ് നാം അത് ശരിക്കും ചെയ്തു വരുന്നത്. ഇതേ തെരഞ്ഞെടുക്കപ്പെട്ട വീക്കറുകളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അഭിനന്ദനാകൂ തന്റെ അധികാരികളും ജീവിച്ചുകൊണ്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് മഹാവിധത്തിന്റെ പേരിൽ ശിർക്കാക്കുന്ന ആളുകളുടെ തലവൻ സാക്ഷാൽ ഇബ്നു തൈമിയ്യ അയാളും തൈമിലും ഇതേ വിക്രമം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇമാമിയങ്ങൾ പരമ്പരാഗതമായി അംഗീകരിച്ചിരിക്കുന്നതാണ് മരണപ്പെട്ടവർ മഹാന്മാരെ വിളിക്കൽ. പോകട്ടെ ഒരാൾ മുസ്ലിമാകണമെങ്കിൽ 100 ദിവസവും 17 തവണ ഖാലിദുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ പ്രാവശ്യമായി 5 വക്തത്തിൽ വഫാത്തായ ഒരു മഹാനുമായിട്ട് കലശം കൊടുക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അതാണ് അസ്സലാമു അലൈക അയ്യുഹൽ നബി പ്രഖ്യാപനത്തിലൂടെ എല്ലാ മുസ്ലിങ്ങളും നിസ്കാരത്തിന്റെ കൈമാത്തിൽ മദീനയിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ പറയുന്നത്. ഇത് തെറ്റാണെന്ന് വ്യക്തമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് തെളിയിച്ചമാനത്തിലുള്ളൂ. സഹജ പുസ്തകത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ ചീപ്പാക്കിയിട്ട് നമ്മൾ പറഞ്ഞതായിട്ട് കാണാം. अपनी पीढ़ी के मुजामत का ख्याल बेहतर है, अपने दिल और जत्थे के सूरत में मुस्तरिक होना से बुरा है इंद वो दूसरी तरफ और विचार भी हो अपनी हिम्मत को लगा देना. നമ്മുടെ ശ്രദ്ധ വഫാത്തായ പ്രവാചകന്റെ ഭാഗത്തേക്ക് തിരിച്ചുവിടൽ കഴുത കാള എന്നിവയിൽ ചിന്തിക്കുന്നതിനേക്കാളും മോശമാണ്. ആ കണക്ഷൻ വെട്ടിയെടുക്കണം. ഇവരോട് പഠിപ്പിച്ച ആദർശം, അനുസരിച്ച ആദർശം, നബിമാം സംഭാവന ചെയ്ത ആദർശം. ഈ ആദർശമാണ് നിസ്കാരത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി തവസ്സുലാണെങ്കിലോ ഓരോ ദിവസവും 17 തവണ എല്ലാവരും നടത്തുകയാണ്. ഓരോ കാലത്തിലും ഓടുന്ന ഫാത്തിഹ. ആ ഫാത്തിഹയിലൂടെ ഞങ്ങൾ റബ്ബേ, ഞങ്ങൾ ആരാണ് ഞങ്ങൾ? ആളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളല്ലാത്ത മറ്റുള്ള മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾ അവരുടെ പറഞ്ഞുകൊണ്ട് ഇത് വ്യാഖ്യാനം നൽകുന്നത്. അഥവാ നമ്മുടെ ഡയനേജിലുള്ള ആരാധന ഇബാദത്ത് ഡയനേജില്ലാത്ത ഇബാദത്തിന്റെ കൂടെ കൂട്ടുമ്പോൾ അതും കൂടെ ചെലവഴിച്ചു പോവുകയാണ്. തവസ്സുകളുടെ ഒരു രൂപം അത് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കൊണ്ടോടൊപ്പം പൂർവ്വകാല മഹാന്മാരുമായി കണക്ഷൻ സ്ഥാപിക്കുക എന്നത് നമുക്ക് യഥാർത്ഥ വിശ്വാസമാകാതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ ഒരു മാർഗമാണ്. വിശുദ്ധ പഠിപ്പിച്ച വാർത്തയിൽ കാണാം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. പൂർവ്വകാലത്ത് കഴിഞ്ഞ സത്യത്തിലായ സത്യവിശ്വാസികളോട് ഒരു ചെറിയ ഉറപ്പ് പോലും മനസ്സിലുണ്ടാക്കരുത്. അവർക്ക് ഞങ്ങൾക്കും കൊടുക്കണം. അപ്പൊ അവർ ഞങ്ങളെ സുഹൃത്തിൽ ഒരുമിച്ച് കൂട്ടണം. അപ്പൊ
പോലെ വിളിച്ച് കഴിഞ്ഞുപോയ തലമുറയെ കണക്ഷൻ കൊടുത്ത് അംഗീകരിക്കണമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ആ കണക്ഷൻ സ്ഥാപിക്കുന്നതിന് ആവശ്യമായതാണ് അവർക്ക് നാം കൊടുക്കുന്ന സ്വതക്കകൾ. ആ സ്വതക്കൾക്ക് നാം ചെറിയ വരുന്ന അടിസ്ഥാനത്തിലാണ് 3-40 ദിവസങ്ങൾ വെക്കുന്നത്. ആ സ്വതക്കയ്ക്ക് വ്യത്യസ്തമായ രൂപങ്ങൾ ആവശ്യത്തിനും സന്ദർഭത്തിനനുസരിച്ചാണ് ദ്രാവകമോ ആക്കുന്നത്. ഊയാഗ്രഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയും ഖുർആൻ പാരായണം നടത്തുന്നത്. മഹാന്മാരായ അൻസാരികളായ സ്വഹാബത്ത് ഒരാൾ മരണപ്പെട്ടാൽ കബർ പുറത്തിരുന്നുകൊണ്ട് അങ്ങനെ ഉയരം വെച്ചുകൊണ്ടായിരുന്നു ഖുർആൻ പാരായണം നടത്തിയത്. ഉമ്മാക്ക് വേണ്ടി കടപിടിച്ചുകൊണ്ടാണ് നാനാന്തരം സ്വതക്ക നൽകിയത്. ഇമാം മുസ്ലിമാണ് ഉദ്ധരിക്കുന്നത്. ഇതെല്ലാം പഠിച്ചുകൊണ്ടാണ് പൂർവ്വകാലത്ത് മഹാന്മാർ ഇത് നേതൃത്വം നൽകിയത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് കഴിഞ്ഞുപോയ മഹാന്മാരെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ സ്വഹാബത്ത് പള്ളികൾ നടത്തിയപ്പോൾ നിങ്ങൾ എനിക്ക് കഴിഞ്ഞുപോയ വാർത്തകളുടെ മതിലുകൾ പറഞ്ഞല്ലോ, മൗലൂദുകൾ പറഞ്ഞല്ലോ, ഗുണങ്ങൾ പറഞ്ഞല്ലോ, ചരിത്രങ്ങൾ അനുസ്മരിച്ചു അലവരത്തിയല്ലോ. 100% കറക്റ്റാൻ അത് ഗ്രൂപ്പും അങ്ങനത്തെ ഗ്രഹങ്ങൾ അംഗീകരിച്ചത്. അതിന് പാഠം ഉൾക്കൊണ്ടാണ് ശേഷമാണ് മഹാന്മാരെ ചരിത്രങ്ങൾ ക്രോഡീകരിച്ചത്. ആ ക്രോഡീകരിച്ച ചരിത്രങ്ങള് പാരായണത്തിന് ഒന്നുകൂടെ സൗകര്യപ്പെടാനാണ് പദ്യരൂപങ്ങൾക്ക് നൽകിയത്. ആ പദ്യരൂപത്തിനാണ് മൗലൂദ് എന്ന് പറയുന്നത്. അതൊന്നുകൂടെ ഭാഷയിലേക്ക് മാറ്റി വരുമ്പോഴാണ് ചരിത്രം അതെഴുതി വെച്ച് ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് അതിൽ ഒന്നും കൂടെ ഷോർട്ടാക്കി നാം അതിന് പദ്യരൂപം നൽകുമ്പോൾ അതിന് മൗലൂദുകൾ എന്ന് നാം പേര് പറയുന്നു. അത് ഒന്നും കൂടെ ഭാഷയിലേക്ക് മാറ്റം വരുമ്പോ മാല എന്നും പറയുന്നു. സംഭവം രണ്ടും തുല്യം. സുബ്ഹാനല്ലദീ അസ്റാ ഫീ ശരീഅത്തിൽ അവ്വൽ കാന നബിയിൽ ഹുദാ തുടങ്ങി നോക്കുമ്പോൾ ഇതിൽ തങ്ങളുടെ ദൈവം പറഞ്ഞുകൊണ്ട് മൗലൂദ് തുടക്കം കുറിക്കുകയാണ്. കോഴിക്കോട് തത്തൂറ തെങ്ങിൽ പിറന്നോർ ഇതൊക്കെ നോക്കിയെടുത്തോ ഈ വരികളിലൂടെ ആ കവിതുണ്ടാക്കിയ ആളത്തെ പതിച്ച് ഒരു ചെറിയ ബോധം നൽകുകയാണ്. ഇങ്ങനെ മാലയും മൗലൂദുകളും ചരിത്രത്തിന്റെ അവതരണമാണ്. ഇത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാക്കണം. അവർ ഒരാളെ പറ്റി പഠിക്കുമ്പോഴാണ് അയാൾ പിൻപറ്റണമെന്ന ബോധം വരുന്നത്. പൂർവ്വകാലത്ത് മഹാന്മാരുടെ ചരിത്രം പഠിച്ച് പിൻപറ്റണമെന്ന് ഖുർആൻ പ്രഖ്യാപനമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. പൂർവ്വക്കാർ മഹാന്മാരുടെ ചരിത്രം ഇവിടെ നിങ്ങൾക്ക് നാം പറഞ്ഞു തരും. ഈ ചരിത്രം ഈ പാഠം ഉൾക്കൊണ്ട് അതിനുശേഷം ശേഷമുള്ള മഹത്തുക്കൾ അവരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി നോക്കുന്നു. അത് നാം പാരായണം ചെയ്യുന്നു. ത്യാഗങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മളും ത്യാഗത്തിന് തയ്യാറാകുന്നു. ചരിത്രങ്ങൾ പഠിക്കുന്നു. ചരിത്രം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്നു. അതിന് ചാൻസ് വേണം. ആ ചാൻസ് നാം ഉറൂസുകളായി ഉപയോഗപ്പെടുത്തുന്നു. ഒരു ചടങ്ങിൽ നാം ഒരുമിച്ച് കൂട്ടുന്നു. ആ ചടങ്ങിൽ വെച്ചിട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തില് പ്രാർത്ഥനകളും മറ്റും നടത്തി നാം പിരിഞ്ഞു പോകുമ്പോ ഒരു നല്ല ആത്മീയത നമുക്കുണ്ടാകും. പൂർവ്വക്കാര മഹാന്മാരുമായി കണക്ഷൻ ഉറപ്പിക്കപ്പെടും. അവരുടെ ആദർശത്തിൽ ഒന്നുകൂടെ ബന്ധം തോന്നും. ആദർശത്തിൽ ഉറച്ചു നിൽക്കാനും ത്യാഗം സഹിക്കാനുള്ള പ്രതിജ്ഞ മാനസികമായിട്ട് നമ്മൾ എടുക്കും. അങ്ങനെ വന്നാൽ മുസ്ലിങ്ങൾ തകരാതെ തളരാതെ പതറാതെ ചിതറാതെ നല്ല കെട്ടുറപ്പോടെ നിൽക്കും. അല്ല അനുവദിച്ചുകൂടാ. അടക്കണം ഈ ശക്തി, ഒഴിക്കണം ഈ ആത്മീയത, വരണം അവരുടെ ഭൗതികത. ഇസ്ലാമിന്റെ ശത്രുക്കൾ തീരുമാനിച്ചു. ആ തീരുമാനിച്ച അജണ്ട നടപ്പിലാക്കി. ആ നടപ്പിലാക്കാനാണ് വാദമൂന്നുകളും ആചാരാതീവുകളും ദിക്റുകൾക്ക് സദസ്സുകളും ആത്മീയ സദസ്സുകളൊക്കെ വിധവത്തും അനാചാരവുമാക്കുന്നതിലൂടെ പുത്തനാശയക്കാർ പയറ്റിയത്. അവർ ചോദിക്കും ബുഖാരിയിലുണ്ടോ മൗലൂദിന്റെ തെളിവ്, ഹദീസ് മുസ്ലിമിലുണ്ടോ മാരിക്ക് തെളിവ്. ഇതെല്ലാം ചോദിക്കുന്നത് തെളിവ് ലഭിക്കാൻ വേണ്ടിയല്ല, തെളിവിക്കാൻ നടപ്പിലാക്കാൻ വേണ്ടിയുമല്ല. അങ്ങനെയാണെങ്കിൽ 936 കേരമോദി മൗലൂദ് നടത്തിയത് അതേ ബുഖാരി ഹദീസാണോ? ഹദീസ് ഇപ്പോഴും മൻസൂഖായി പോയിട്ടില്ലല്ലോ. അന്ന് ഭൂരിഭാഷ പാടിക്കുന്നത് നമ്മൾ ഏത് ആയത്തിന്റെ വെളിച്ചത്തിലാണോ ആ വെളിച്ചം ഇപ്പോഴും വോൾട്ടേജ് കുറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ഉള്ളത്? ആത്മീയ തകർക്കണം. അതിനുവേണ്ടി നോക്ക് നിങ്ങൾ അവർ നടത്തുന്ന പദ്ധതികളാണെങ്കിലോ ഈ ഉദാഹരണത്തിൽ ഞാൻ അംഗം വഹിക്കുന്നു. ഇത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഒരു പ്രോഗ്രാം, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രോഗ്രാമാണ്.
റസൂൽ മജ്ലിസ് ഒക്കെ സംഘടിപ്പിച്ച ശിർക്കാണ്, വിദേഹത്താണ്, അനാചാരമാണ്, വിശുദ്ധ ഇസ്ലാമിൽ കഴിവില്ലാത്തതാണെന്ന് നാളുകൾക്ക് 40 വട്ടം പറയുന്ന മൗലവിമാർ അവർ നടത്തിയ പ്രോഗ്രാം. ഈ പ്രോഗ്രാം 98 തൃക്കളയൂർ എംഎസ് ലഭിക്കുന്ന കലാവിരുന്ന് ആരും അനുവദിക്കുന്നു. ഇതിനെ സംഘടിപ്പിച്ചിരുന്നോ? അതിനെക്കുറിച്ചുണ്ടോ? മുസ്ലിമിലുണ്ടോ? ഖദീജ മുഖ്യ പ്രഭാഷകയും അവർക്കും അധ്യക്ഷമായി തീരുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നോ? ഇല്ലല്ലോ. ഏതൊക്കെയാണ് പ്രോഗ്രാമുകൾ? പെരുന്നാൾ പിറ്റേന്ന് രാത്രി 8 മണിക്ക് തൃക്കളയൂർ മദ്രസയ്ക്ക് സമീപം ഏതൊക്കെയാണ്? സ്വാധികാര കർമ്മം, ഗാനമേള, ചിത്രീകരണം, ഒപ്പന, കോൽക്കളി, പണവെടുക്കം, മറ്റ് കലാപരിപാടികൾ, കൂടാതെ കൈക്കോ അവതരിപ്പിക്കുന്ന നാടകം, ഇത് ചെയ്ത് ഒരു പ്രതിഫലം സഹകരിക്കുക. നിങ്ങള് കൈക്കോ നടത്തിയിട്ടുണ്ടോ? ജീവിതത്തിന്റെ പ്രോത്സാഹനം എടുത്തിട്ടുണ്ടോ? അത് ചോദിക്കരുത്. ഭഗവത് തോന്നിയിട്ടുണ്ടോ? നമുക്ക് തോന്നിയിട്ടുണ്ടോ? അവിടെയാണ് പ്രശ്നം. എന്ത് ഒരാൾ ഗാനമേള കേട്ടാൽ ആത്മീയത ഉണ്ടാവില്ല, അതിനോട് ചിന്തിക്കൂല, നന്നായി തീരില്ല. ഇത് ഇസ്ലാമിക തത്വങ്ങൾക്കറിയാം. ഏകോ മൗലൂദ് കേട്ടാൽ, മുഖ്യമന്ത്രി കേട്ടാൽ, ഉദ്യോഗത്തിൽ കൂടിയാൽ, പ്രാർത്ഥന കാര്യം പറഞ്ഞാൽ മനസ്സ് നന്നാകും, ക്ലിയറാകും, അടച്ചുമായി തടുക്കും. സ്വാഭാവികമായിട്ടും ഇസ്ലാം തഴച്ചു വളരും. ഇത് മുജാഹിദുകളാണെങ്കിൽ ഘടകകക്ഷികളായ ജമാഅത്തുകാർ നടത്തിയ മറ്റൊരു പരിപാടിയുണ്ട്. ഇതേതാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും ടോപ്പ് സ്ഥാപനം ഇസ്ലാമിയ കോളേജ് ശാന്തപുരം 41ാം വാർഷിക സമ്മേളനം. നോക്കണം, 1996 ജനുവരി 6, 7 തീയതികളിൽ കലാപരിപാടികൾ. നമ്മുടെ ഹൈന്ദവ നേതൃത്വത്തിൽ ഇഷ്ടപാട് ചെയ്യാൻ അത് ശുദ്ധാണ്. ഉള്ളാരുടെ നേതൃത്വത്തിൽ തെറ്റിയാൽ അത് ശുദ്ധയാണ്. ഏകസ്ഥാൻ നേതൃത്വത്തിൽ നാം സദാചരിയാൽ അത് ശുദ്ധാണ്. അതേസമയത്ത് ഇവിടെ നോക്കണം, ഏതൊക്കെ പരിപാടി? കൊച്ചും ശരി നയിക്കുന്ന ഗാനമേള, സംഗീതം, മലപ്പുറം, നാടൻ കഥകൾ, ഒപ്പന, ദഫ്മുട്ട്, പഞ്ചമുട്ടിൽ കോൽക്കളി, നേർച്ചപ്പെട്ടി, ആശയ ഹാസ്യം, കാവ്യ ശില്പം, ഈ കാണുന്നതോ മാജിക് ഷോ, മുള്ളും മലരും പിന്നടിച്ചാൽ പാട്ട്, സംഗീത ശില്പം, അന്റെ വാസികൾ ലഘു നാടകം, ഇന്ന് സഭയിലെ ഈനാം പേച്ചുകൾ, തന്നോട് ആശ വരച്ചിട്ടില്ല. ഇസ്ലാമിക സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഞാൻ ചോദിക്കുന്നു, ഇസ്ലാമികമാണോ? ഇസ്ലാമിയുണ്ടോ? മുസ്ലിമിനുണ്ടോ? പാരമ്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ പൂർവ്വകാലത്തെ കഴിഞ്ഞുപോയ ആക്ഷേപിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബ്രാഹ്മണത്തിന്റെ വേദിയായതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലേക്ക് ഇറങ്ങി ചോദ്യകർത്താക്കൾ ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും. ഇത് സംവാദ വേദിയല്ലോ, പരസ്പരം ജയിക്കണമെന്ന മനസ്സിലൊരുക്കി ആർക്കുമില്ല. ഇത് ഉദ്ദേശിച്ചുകൊണ്ട് മറുപടി പറയാൻ വേണ്ടി അറിഞ്ഞു വരുമ്പോൾ ഞങ്ങൾ പഠിച്ച സത്യം അതിനെതിരെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സത്യം പറയണം, ഏതെങ്കിലും ഭാഗത്തുള്ള ഹാക്കി ഒഴിവാക്കണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. അസഫുൽ ഹൽക്കിന്റെ മതിൽ പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോഴേക്ക് ചെറുക്കാൻ, അത് പറയുമ്പോഴേക്ക് തെറ്റാൻ. ഓർക്കിന്റെ നല്ല മതിലിന്റെ ഭാഗം കടന്നു പറയല്ല എന്നും ചൊന്നാളെ കല്ലന്റെ കയ്യിൽ പൊന്നി കൊടുത്തോ, അത് വല്ലാത്തൊരാചാരമാണ്, തെറ്റാണ്. ഇതിലൂടെ സഹോദരന്മാരെ, മുസ്ലിങ്ങൾക്ക് പോലും നമ്മോട് പഠിപ്പില്ലെങ്കിലും നേതാക്കളോട് പഠിപ്പുണ്ടാവില്ലേ? അവിടുത്തെ മാപ്പിളമാരൊക്കെ തപ്പാച്ചിയ, പക്ഷെ നേതാക്കൾ മൊയ്തീനമാക്കാനായിരുന്നു. പ്രധാന മുഹമ്മദ് മഹാനായിരുന്നു. ഇവരുടെ മനസ്സിലാക്കുന്ന മുസ്ലിങ്ങൾ ഇവരുടെ ചോദിച്ചാലോ പ്രവാചകനോ? സാധാരണ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി സാധാരണ കുട്ടികൾ ജനിക്കുന്നത് പോലെ ജനിച്ചു, സാധാരണ കുട്ടികൾ വളരുന്ന പോലെ വളർന്നു. പ്രായമെത്തിയപ്പോൾ പ്രവാചകത്വം കിട്ടി, സമയത്തിയപ്പോൾ സാധാരണ മനുഷ്യന്മാർ മരിക്കുന്നത് പോലെ മരിച്ചുപോയി. പ്രബോധനത്തിലൂടെ മാറ്റിക്കാൻ ഉദാഹരണത്തിന്റെ സഭാവിലൂടെ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം. ഒരു സാധാരണ മനുഷ്യരെന്ന കേൾവിയും കാഴ്ചയും മാത്രമേ പ്രവാചകനുണ്ടായിരുന്നുള്ളൂ. ഇത് മനസ്സിലാവായിച്ചാൽ ഒരു മുസ്ലിം സഹോദരന് റസൂലുള്ളാഹിയുടെ മതിപ്പ് കൂടുമോ അത് മടുപ്പ് കൂടുമോ? ഏതായിരിക്കും തിരിച്ചു നോക്കുന്നത്? പ്രവാചകന്റെ മഹത്വങ്ങളാണ്, ഗുണഗണങ്ങളാണ്, മരിച്ചുപോയ ഊര്യാക്കന്മാർ മതിലുകളാണ്, സ്വാതാക്കന്മാരുടെ ജീവോദാത്തമായ പ്രവർത്തനങ്ങളാണ്. ഇതുകൾക്കും
നോക്കുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാർക്ക് ആവേശം, ബദരീങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ അമുസ്ലിങ്ങൾക്ക് വല്ലാത്തൊരു മതിപ്പ്, ബഹുമാനം, ആദരവ് ഇതുണ്ടായിക്കൂടാ, നശിപ്പിക്കണം. അതാണ് ഇസ്ലാം ശത്രുക്കൾ നടപ്പിലാക്കിയത്. ആ പദ്ധതിയാണോ ഇതിനകത്ത് ആവശ്യം നടപ്പിലാക്കിയത്? ആ പദ്ധതിയാണോ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കിയത്? അതാണ് സാമൂഹിക നടപ്പിലാക്കിയത്. അതാണ് മറ്റുള്ള എല്ലാ വിദേശ കക്ഷികളും നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അതിനെ പുരോഗമിച്ചു വന്നു. ആരോഗ്യ പരിഭാഷ എതിർത്തു, പിന്നീട് പരിഭാഷ തുടങ്ങി ഉണ്ടാക്കിയത്. അതിനെ എതിർത്തു, MDCക്കെതിരിൽ ഉണർവഴി ലേഖനം എഴുതി. അഴിവുണ്ടാകും ആർത്തവരത്വം അതുകൊണ്ട് പോകാൻ പോലും പറഞ്ഞു. പിന്നീട് പെണ്ണുകളെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ തവണ ഇത് പഠിപ്പിച്ചു, എട്ടാക്കിയിട്ട് മാറ്റി, പത്രമൊഴി വന്ന് ചുരുപ്പെടുത്തു, പിന്നീട് അത് ചുരുക്കാക്കിയിട്ട് വന്നു. ഇങ്ങനെ അല്പാൽപമായി ഇസ്ലാമിക വാദികൾ ഓരോ അടർത്തി ഇപ്പൊ എവിടെ എത്തിയത്? നിങ്ങൾ എല്ലാ മതസ്ഥരും എതിർക്കുന്ന കാര്യമാണ് കടം പറയുക എന്നത്. ഉറപ്പല്ലേ? ഒരു മതം അംഗീകരിക്കുന്നില്ല. സത്യം തത്വം അങ്ങനെയില്ല. സത്യം തന്നെ പറയണം, ധർമ്മം തന്നെ പുലരണം. അതാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല, മതമുള്ളവരൊക്കെ ഒരു വേണം മതമില്ലാത്ത വേണം. കളവിന് കൂട്ടുനിൽക്കൂല, അംഗീകരിക്കൂല. ഇനി അഭിമാന ഘട്ടത്തിൽ സ്വന്തം കളവ് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കൂല. പക്ഷേ ഇസ്ലാമിന്റെ രേഖയിൽ പ്രവർത്തിക്കുന്ന ഈ ഭാഗം ഭാവിയിൽ വരുമെന്നും കളവ് പറയുമെന്നും പ്രവാചക പ്രഖ്യാപനമാണ്. അത് പുനരേണ്ടവരെ നടപ്പിൽ വരുത്തി ഭാര്യയും മൗദൂദുകളും തെറ്റാക്കുന്നവരും പ്രവാചകരുടെ മതിലുകൾ നല്ല ഇമ്പമാർന്ന രീതിയിൽ കൂടുതൽ ചെല്ലുന്നവർക്ക് വേണ്ടി മത്സരം സംഘടിപ്പിച്ച് നല്ല മത്സര വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്ന നികുന്ന പ്രോഗ്രാമുകൾ തെറ്റാക്കുന്ന, ശിർക്കാക്കുന്ന, കൊച്ചാക്കുന്ന മുജാഹിദാത്തിന്റെ ആളുകളോ അവർ സ്വാഭാവികമായിട്ടും കളവ് പറയാൻ തുടങ്ങി. അപ്പൊ അനുയായികൾക്ക് അത് ബോധ്യപ്പെട്ടാലോ അനുയായികൾക്ക് ആദ്യം വിവരം കൊടുത്തു, നിങ്ങൾ ധൈര്യമായിട്ട് നേതാക്കളെ പിൻവലിക്കോ. അഥവാ ഈ പറഞ്ഞത് കളവാണോ? അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾ ഉത്തരവാദിത്വം. ഇതാണ് ഇപ്പോൾ വിരോധിക്കും. ഇതാണ് പോപ്പിന്റെ മതം. ഇത് ഇസ്ലാമല്ല. എവിടെ പറയുന്നു? ഇത് കണ്ടോ നിങ്ങൾ? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിനാണ് പുറത്തിറക്കിയ പുസ്തകം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും പ്രസിദ്ധീകരണം അല്ലൻവാ പബ്ലിക്കേഷൻ പുനിയിൽ മലപ്പുറം ജില്ല. ഇത് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി അദ്ദേഹം നടത്തിയ പ്രസംഗം കോഴിക്കോട് ടൗണിലാണ് വെച്ച് നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം വാക്കുണ്ടാണെന്നറിയോ? കേട്ടോളൂ. 23/6/2002 കോഴിക്കോട് സംഘടിപ്പിച്ച കേരള ജംഇയ്യത്തുൽ യോഗത്തിന്റെ പ്രസംഗം അതിപ്രകാരമാണ്. എന്താ പ്രസംഗം? നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. TP അബ്ദുള്ള പോയ മദനി മുജാഹിദിന്റെ നേതാവ്, അയാൾ മുജാഹിദിനോട് നടത്തുന്നത് നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. നേതൃത്വം എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ, മുജാഹിദിന്റെ നേതൃത്വം എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ആ തെറ്റ് നേതൃത്വത്തിന് വിടുക. പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ റബ്ബേ, ഈ നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിയടപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അള്ളാന്റെ അടുത്ത് മുജാഹിദുകൾ പറയുക. അങ്ങനെ പറഞ്ഞാൽ അതേറ്റെടുക്കാൻ കേരള ജംഇയ്യത്തുൽ തയ്യാറായിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കട്ടെ. എങ്ങനെ? മുജാഹിദുകളെ ഞങ്ങൾ തെറ്റി പറയും, കുറെ കളവൊക്കെ പറയും, നാളെ നിങ്ങൾ കഴിക്കും, സൈക്കോ അവതരിപ്പിക്കും, ഒന്നും തെറ്റാക്കി മാറ്റും, ആളുകളെ കാപ്പുറാക്കും. ആ തെറ്റുകളൊക്കെ അംഗീകരിച്ച് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തുടരുക. അവർക്ക് ഉറപ്പുണ്ട്. അല്ലാതെ നിർത്തുമ്പോൾ കഴിഞ്ഞു വെളിച്ചത്താവോളോ വിളിക്കണ്ട. അല്ലാഹുവിനോട് പറഞ്ഞൊരു ISM സ്റ്റേറ്റ് പ്രസിഡന്റ്, കേന്ദ്രത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി, അയാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ അത് കാര്യമാ എന്ന് പറഞ്ഞ് ഞങ്ങളെ എടുത്തു കഴിഞ്ഞ് غير حسن بعدت لك أشكو فيها سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المرتضي ونبيه العربي. അവതല്ല ദൈവങ്ങളെ അബദ്ധം ജീവിതത്തിൽ വേണ്ട പരിഹാരം എന്താ? ഇത് പറയുന്നത് ഇതാക്കുന്ന ഉണ്ടായത് ഞാൻ പറയുന്നു. അവർ പറയുന്നത് പറയാൻ വിജയിച്ചെടുക്കാൻ പറ്റില്ല. ഈ മൗലികമാർക്ക് ഏറ്റെടുക്കാം. നിങ്ങൾ ഇതിന്റെ വേറെ വൈദ്യം ഇരിക്കട്ടെ. വലുതാക്കി മൗലവി അരേറ്റെടുക്കാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കും. ഇനി പറയാ
തെറ്റായാലും ശരിയായാലും നിങ്ങൾ ഉലമാ സംഘടനയ്ക്ക് അതിനെ കുറ്റമിട്ടേക്കുക. നിങ്ങൾ സംഘടനയെ അനുസരിക്കുക. അപ്പോൾ നിങ്ങൾ തെറ്റ് പറഞ്ഞാൽ കുറ്റം പറഞ്ഞാലും നേതാവ് പാർട്ടിയുടെ മുമ്പിൽ വിജ്ഞാനികൾ വന്ന് മുമ്പധരിക്കുന്ന പോലെ നടത്തുമോ? ഇത് മുൻകൂട്ടാൻ കാണുന്നുണ്ട്. എന്റെ മുജാഹിദ് പ്രസ്ഥാനം കളർ പറയുക മാത്രമല്ല, പറയാൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അതിനുവേണ്ടി മത്സരം ധരിക്കുന്ന പാർട്ടിക്കാൻ ഇനി അവരെ തെറ്റാൻ പറയാൻ ആവശ്യമുണ്ടോ? അത് നിങ്ങൾ പറയരുത്. അല്ലെ വിളിച്ചോളൂ. ഇതാണ് 2000 ഇസ്ലാമിക സമ്മേളനം പരിപ്പാണ്. ഇസ്ലാമിക ഉഗ്രവാദി ഗ്രൂപ്പിന്റെ പത്രം. ആ പത്രത്തിലെ സമ്മേളന പതിപ്പ് ഇറങ്ങിക്കൊണ്ടല്ലോ. അതിൽപ്പെട്ട ഓർമ്മയുണ്ടായതിന്റെ കോഴിക്കോട് മുജാഹിദ് മലമുടി ഗ്രൂപ്പ് മുജാഹിദ് പള്ളിയിലെത്തിട്ട് ആ ഗ്രൂപ്പിന്റെ പത്രം അവർ വ്യക്തമായി എഴുതി അനുഭവങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ആദ്യം മലമുടി ഗ്രൂപ്പിൽ പ്രസവ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സജീവ മുജാഹിദ് ഇപ്പോൾ കണ്ട ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ. അപ്പോൾ ആ ഗ്രൂപ്പ് നടത്തിയ ചില പദ്ധതികളുടെ കല്ലുകളൊക്കെ വെളിച്ചെട്ട് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും 40 ദിവസം കഷ്ടം 41ാമത്തെ ദിവസം മുമ്പെപ്പോഴും വിളിച്ചു പറഞ്ഞ പ്രോഗ്രാമുണ്ട്. സത്യായാലും തെറ്റായാൽ പറ്റിപ്പെടുന്നത് സംഭവിക്കുക എന്ന് അദ്ദേഹത്തിന്റെ അനുഭവം തന്നെ പറയട്ടെ. അബ്ദുറഹ്മാൻ വളണ്ടിയർ കോടത്തിൽ ഒരു സജീവ അംഗമായിരുന്നു. അബ്ദുറഹ്മാൻ ഇടക്കാലത്തുകര തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്നു. BC പറഞ്ഞാൽ ഉഗ്രവാദികളെ തല്ലാൻ കൊല്ലാനുണ്ടാക്കിയ മുജാഹിദ് അവിടെ അതിന് ഭിന്നിപ്പുണ്ടാകുന്നത് അതിൽ പ്രവർത്തിച്ച സജീവ ഉഗ്രവാദി മുജാഹിദ്. ആ മുജാഹിദ് അനുഭവം പറയുക 5 കൊല്ലത്തിലധികം BC ആയി പ്രവർത്തിച്ചു. പാലക്കാട് പുരുഷാകുളം പള്ളിയിൽ വെച്ചാണ് വൈകിട്ട് നടന്നത്. അതൊക്കെ അടുത്തുണ്ട്. പ്രധാന നേതാക്കൾക്ക് സുന്നി ടൈഗർ ഫോഴ്സിൽ ഉണ്ടാകുന്ന കയ്യേറ്റം പുരുഷകരുടെ പേരിലാണ് പറഞ്ഞെടുപ്പുറം സംഘടിപ്പിച്ചത്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ ക്യാമ്പുകളിൽ ഞങ്ങളുടെ ക്യാമ്പുകളെ ബന്ധപ്പെടുന്നതല്ല, സുന്ദരമായിട്ടുള്ളതല്ല, നമ്മുടെ ക്യാമ്പുകളിൽ നടക്കാറുണ്ട്. മാല, ഓരൂർ, അദ്ദാവ്, നാത്തീവ്, കുത്തുബിയ, ഇതൊക്കെ നടക്കാറുണ്ട്. ഇവർ ക്യാമ്പ് നടക്കുന്നതോ ഞങ്ങളുടെ ക്യാമ്പുകളിൽ നുണ പറയുന്ന മത്സരങ്ങൾ തന്നെ നടത്തിയിരുന്നു. നുണ പറയുന്ന മത്സരം നടക്കണമെങ്കിൽ അപ്പൊ അവിടെ സമ്മാനം അടുക്കളില്ല. അത് കുന്നത് ഏറ്റവും അയാൾ അല്പം വായിച്ച് പറക്കായിരുന്നു ആളോ സാധാരണ കൊണ്ടറിയുന്ന അത് ഇക്കഴിഞ്ഞു. അപ്പൊ കരുന്നുണക്ക് ഫസ്റ്റ്, പെരുന്നുണക്ക് സെക്കൻഡ്, സാധാരണ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? ഇതാണോ ഇസ്ലാം? ജൂതായുധമാണ്, പൗരോഹിത്യമാണ്, കോപ്പിസമാണ്. നിരക്കുന്നുണ്ടോ? 1996 ഡിസംബറിൽ മേപ്പയൂർ സ്കൂളിൽ അസഹറി വീരാൻകുട്ടി പത്തനാപുരം എന്നിവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം BC പ്രവർത്തകന്മാരുടെ രഹസ്യയോഗം നടന്നു. അതിൽ ഇടത്തനാട്ടുകര മഹത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാളിൽ ഒരാളായിരുന്നു ഞാൻ. അത് മുജാഹിദ് രാജ്യങ്ങളിൽ കഠിനത്തിട്ട പ്രവർത്തകന്മാർക്ക് മനസ്സിലോ അതിൽ ഒരു 4 ആ 4 ഒരാളാണ് ഞാൻ. ആ ക്യാമ്പിൽ നടന്ന പരിപാടികളൊക്കെ കേട്ടോളൂ. പ്രച്ഛന്നവേശം, മിമിക്രി, കയ്യിൽ തൂങ്ങിയുള്ള കയറ്റം, നുണപറയൽ മത്സരം മുതലായവ ക്യാമ്പിൽ വെച്ച് നടന്നു. എത്ര പ്രചനവേശം നടത്തിയതോ നമ്മൾ ആ ഫാത്തിമയുടെ പ്രചനവേശം നടത്തിയതോ പ്രചനവേശം നടത്തി. പിന്നെന്താണ് മിമിക്രി? മിമിക്രി നമുക്കറിയില്ലേ? പലരും സൗജന്യമാക്കിയിട്ട് പലരും കോപ്പറേറ്റീവ് തലങ്ങൾ. പിന്നെ കയറിൽ തൂങ്ങിയുള്ള കയറ്റം. എന്തിനാണ് കയറിന് അങ്ങനെയാണെങ്കിൽ കുറിച്ചാണെങ്കിൽ മനസ്സിലാക്കാം. കയറിൽ തൂങ്ങി കയറ്റം എന്തിനാണ്? ഇതൊക്കെ ശരിക്കും ക്രിമിനൽസിനെ വളർത്തിയാണ്. അതിന് വലിയ അത്രത്തിന്റെ മരുന്നുള്ളൂ. കയറിൽ തൂങ്ങിയുള്ള കയറ്റം. പിന്നെ നുണ പറയൽ മത്സരം നിർമ്മിക്കില്ല. അത് ഇസ്ലാമികമാണോ നമുക്ക് ചേർന്നതാണോ എന്ന ചോദ്യങ്ങൾക്ക് ആവശ്യമായി വരും എന്നാണ് അസ്ഹറിൽ നിന്ന് മറുപടി പറഞ്ഞത്. ഏതായാലും അന്നത്തെ നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം എനിക്കും 2ാം സ്ഥാനം തിരിച്ചുവിടപ്പെട്ട ISMന്റെ ഇന്നത്തെ സ്റ്റേറ്റസ് എന്നെ തിരുവാസത്തിലാണ് ലഭിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് നേതാവാകാൻ 1ാമത്തെ ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ കൂട്ടുക. ഏതാണത്? നുണപറയുന്ന മത്സരത്തിൽ സഖ്യം ലഭിച്ചിരിക്കണം. നിങ്ങൾ ഇസ്ലാമിലാണോ? ഇന്നിട്ടില്ല എന്ന് പറയുന്നു. മത്സര വിജയി എന്ന നിലക്ക് 5 റക്തമാസവും സോപ്പും വെട്ടികളും കിട്ടി. സമ്മാനം വെളിയുണ്ടാക്കണി സോപ്പറക്കും വണ്ടിയും. പിന്നെ സ്വയം മാറ്റി പോയിലൂടെ സംസാരിച്ച് തെറ്റിദ്ധാരണ കട്ടക്കാലത്ത് എനിക്ക് പരിശീലനം നടന്നു. ഞാൻ പറയുന്നു, ഇത് മുസ്ലിം വായിച്ചാൽ
ഇസ്ലാമോട് മടുപ്പുണ്ടാകുമോ അത് വെച്ച് നോക്കി നിങ്ങൾ ഇതൊന്നും ശരിയാണോ? ജൂതായുസമാ ഇസ്ലാമിന്റെ ആത്മീയത തകർക്കാൻ എല്ലാ ചുറ്റുകളും മാറ്റി അവർക്ക് തെറ്റാക്കി മാറ്റി ആത്മീയ കേന്ദ്രങ്ങളെ കുറിച്ചുകളെല്ലാം പറഞ്ഞ് മൊത്തത്തിൽ ഇസ്ലാമിനെ ഏതോരം ചെയ്യുക പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇമാം മുസ്ലിം അതിലൂടെ അതற்கு നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് كذابون يؤتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم എന്റെ അനുയായികളെ അവസാന കാലം സയക്കൂനും പിന്നീട് ഉണ്ടാകും ഒരു വിഭാഗം ആളുകൾ കെട്ടാറുകളെ സത്യവും അസത്യവും കൂട്ടി പറയുന്നവരാ. അഞ്ചൊക്കെ നിസ്കരിക്കണമെന്ന് പറയും, ശരിയാ അത് നബി കൂടെ കാണാൻ എപ്പോഴും പറയും. അത് കാണാ സത്യമതത്തെ കൂട്ടിക്കലക്കുന്ന ആളുകളെ പച്ചക്കള് പറയുന്നവർ കഴിവുള്ള പറയുന്നവർ അത് മത്സരമുണ്ടാക്കുന്നവർ കഴിവ് പിടിച്ചാൽ റോഡ് സൈഡിൽ മുൻകടക്കാൻ പഠിച്ചു എന്നതുപോലെ പറഞ്ഞാലും കരുണ പറയാൻ പഠിച്ചു. പക്ഷേ പച്ചക്കള് പറയുന്നവർ ഉണ്ടാകുന്നില്ല. അതിന്റെ വ്യത്യാസം അവർക്കെന്താ ചില സൂചനകളും നൽകി. ഏതാണ് അവരുടെ ലക്ഷണം ഏതാണ്? നിങ്ങളോ നിങ്ങളുടെ പൂർവ്വകാല പിതാക്കന്മാരോ കളം കണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ലക്ഷണം സൂറത്തും ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് മാർഗങ്ങളുമായിട്ട് ആ രീതിയിൽ എത്താവുന്ന വാദം വെള്ളുപള്ളിയിൽ പോകണമെന്ന വാദം വിദ്യാഭ്യാസത്തിൽ എത്താവുന്ന വാദം മാഷാഹിയെ പോലെ ബുഖാരിയെ പോലെ പോലെ ഓരോന്നും ഇത്യാദികളും അന്വേഷിച്ച ആളുകളുടെ കാഫറാണെന്ന വാദം പരിശോധനൊന്നും ചെയ്തുകൊള്ളുന്ന വാദം ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് വാദഗതികളുമായി മാസം കണക്ക് നോക്കി അങ്ങനെ ജീവിക്കണമെന്നുള്ള വാദം ഒരുപാട് വാദങ്ങളുമായിട്ട് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഈ ആർക്കും മതിയാവും. സുൽത്താന്റെ പ്രഖ്യാപനമാണ് സൂക്ഷിക്കണം. നിങ്ങൾ അവരെ ശരിക്കും നിർത്തണം. അവരുമായിട്ട് പാലിക്കുന്ന ഡിസ്റ്റൻസുകൾ പാലിക്കാം. അങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ എത്തിക്കൊടുക്കും. നിങ്ങൾ പഠിപ്പിക്കൂല, ഒരു പിത്തയും ആക്കൂല. അങ്ങനെ ആരോഗ്യമാണ് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനമെങ്കിൽ അത് മനസ്സിലാക്കി അതിന്റെ ഇവരെ പറഞ്ഞതിന്റെ തെളിവുകളാണ് ഇവിടെ പറഞ്ഞത്. ഇത് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, സുഹൃത്തുക്കളായിട്ടും ഇതര കക്ഷികളും തമ്മിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തരാൻ പണ്ഡിതന്മാർ സന്നദ്ധരായി നിൽക്കുന്നു. ആരോഗ്യകരമായി തുറന്ന മനസ്സോടുകൂടെ ആരെയും ജയിപ്പിക്കാനോ ആരെയും തോൽപ്പിക്കാനോ ഉള്ളതല്ല, മറിച്ച് പണത്തറപ്പിന് മുമ്പിലേക്ക് മരിച്ചതിനു ശേഷം നമുക്ക് അവതരിക്കേണ്ട സ്വർഗത്തിനുവേണ്ടിയ ഈ ബോധത്തോടെ ഓരോരുമാർ പറഞ്ഞു തന്നത് എന്തോ ആകട്ടെ. ഞാൻ ഈ വായിച്ചതൊക്കെ മലയാളമാണ്, മലയാളികളാണ് ജീവിക്കുന്നത്. അതൊക്കെ ഉള്ളതാണെങ്കിൽ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അത് മുഴുവൻ മനസ്സിലാക്കുകയാണ് എന്ന കാര്യം ഉറപ്പാണ്. അതാണ് ഒരുപാട് പറ്റിച്ചെങ്കിലും അവസാനം ഞങ്ങൾ തെറ്റി സമാധാനത്തില് അള്ളാഹുലേക്ക് ഞങ്ങളെ ഏറ്റെടുത്തുള്ളൂ എന്നൊക്കെ ഈ മൗലിമാർക്ക് മലയാളം നടക്കുക. കാര്യം നടക്കാൻ വയ്യാത്ത തീർച്ചയായും നടക്കാനാണ് പോലെ അതിലേക്ക് നിൽക്കാനാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അന്യായത്തിന്റെ പുസ്തകങ്ങൾ അത് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ തുറന്ന ഭാഷയിൽ എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ സത്യമായി മനസ്സിലാക്കി ആരോഗ്യകരമായി ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് മറുപടി കേട്ട് മനസ്സിലാക്കി ഇന്നെങ്കിലും സുരക്ഷമാനത്തിന്റെ പ്രവർത്തനത്തിൽ സജീവമായി സാധിക്കാൻ എഴുതാണ്. ഇല്ലെങ്കിൽ പ്രവർത്തന ഗോതയിൽ തെറ്റി അത് കൊണ്ടുപോലും പഠിച്ചിട്ട് വിഷമമെങ്കിലും ഉണ്ടാക്കാതിരിക്കുക എന്ന നിന്ന പരിപാടിയെങ്കിലും നിങ്ങൾ ആകണം എന്ന് നടത്തി ആത്മരാജ്യമായ റബ്ബ് സുബ്ഹാനഹു സത്യമായി മനസ്സിലാക്കി പറയാനും കേൾക്കാൻ പിൻപറ്റാൻ നമുക്ക് തോന്നിയിരിക്കുന്നതാകട്ടെ. മുന്നേറി പോയ പണ്ഡിതന്മാർ ഉസ്താദുമാർ എല്ലാ തരത്തിലെ കാഴ്ചകൾ അവരുടെ കൂടെ സുഖത്തിൽ സംഗമിക്കാൻ അമ്മാവർക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് ഒരുപാട് നടന്നു വേണ്ടി ഉണർത്തി അവസ്ഥയോടെ വിശ്വാസമാണ്. ഇനി ഈ കാലാവസ്ഥയാണ് ഇവർക്ക് സംഘാടനം ചെയ്തു. അങ്ങനെ മൈക്ക് രൂപപ്പെടുത്ത മറുപടി വിശാലം ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ,
ഇനിയൊരു പ്രസംഗം ഇവിടെ നടക്കുന്നില്ല. മുഖാമുഖത്തിന്റെ അന്തസത്ത നിലകൊള്ളുന്നത് ചോദ്യോത്തരത്തിലാണ്. നേരെ സംശയ നിവാരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ആദർശപരമായി ആശയപരമായി തർക്കത്തിലിരിക്കുന്ന ചോദ്യങ്ങളാണ് ഉന്നയിക്കേണ്ടത്. ജനങ്ങളും മുതലുകളും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ഇവിടെ മറുപടി നൽകപ്പെട്ടിരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ടുന്ന സ്ഥാനങ്ങളുടെ ചർച്ചകൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ദൈനംദിന ജീവിതത്തിലെ മസലകൾ അതിനുവേണ്ടിയല്ല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലെ ഉസ്താദന്മാരോടും ബന്ധപ്പെട്ടവരോടും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്, അവസരം കൂടുതലുണ്ട്. ഇതിനും അവസരം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇങ്ങനെയുള്ളൊരു വേദി പലപ്പോൾ നമുക്ക് ലഭ്യമാവാനില്ല. അതുകൊണ്ട് തർക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുക. സംശയ നിവാരണം ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല സന്ദേശത്തോടെ ചോദിക്കുന്നവർക്ക് ആ രൂപത്തിൽ മറുപടി ലഭ്യമാകും. വേദിയുള്ള പണ്ഡിതന്മാരെ മുട്ടുകുത്തിക്കാമെന്ന ധാരണയോടെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിലുള്ള ചോദ്യകർത്താക്കൾക്ക് ആ രൂപത്തിലുള്ള മറുപടിയും ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്. ഏതായാലും ഇതൊരു പഠന പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കണം. ഈ മുഖാമുഖ പരിപാടിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രമേ ചോദിക്കാവൂ എന്ന നിബന്ധനയില്ല. ഇതിനോട് ചോദിക്കാം. ഒട്ടേറെ സംശയമുള്ള ഭവിഷ്യനേക സാധാരണക്കാരായ പ്രവർത്തകരും അവർക്കൊക്കെ ചോദിച്ചറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് ചോദിക്കാം. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരും നേതാക്കളും മൗലവിമാരും ഉണ്ടാവാം, അവർക്കും ചോദിക്കാം. അവരിൽപ്പെട്ട ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ ശുചി പ്രവർത്തകന്മാർ സ്വമേധയാ അവർക്ക് ഉള്ള കൊടുക്കണമെന്ന് തീവ്രമായി ശുചികളോട് അപേക്ഷിക്കുകയാണ്. ഒരു ചോദ്യകർത്താവിന് ഒരു ചോദ്യം മാത്രമേ പറ്റുകയുള്ളൂ. വേണമെങ്കിൽ ഒരു ഉപചോദ്യവും അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തലവിട്ടോളണം എന്ന നിബന്ധനയൊന്നും നമ്മുടെ ശ്രുതികളുടെ മുഖാമുഖത്തിലില്ല. അവനവന്റെ സംശയം തീരുന്നത് വരേക്കും ചോദിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ സമയത്തിന്റെയും നമ്മുടെ അനുമതിയുടെയും ഒക്കെ സാഹചര്യം മനസ്സിലാക്കി പരസ്പരം എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും ചോദിക്കാനും എല്ലാവർക്കും പഠിക്കുവാനുമുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് ഇതൊരു വൈജ്ഞാനിക പരിപാടിയാക്കി മാറ്റാൻ എല്ലാവരും സഹകരിക്കുകയും അതിനുവേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് പഠിക്കാനുള്ള ഈ വേദി അവർ നമ്മിൽ നിന്ന് പങ്കും ചെയ്യുമാറാകട്ടെ. ആഹുലത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാരെ, സന്താനങ്ങൾ, കുടുംബവർത്തി ഇസ്ലാമികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നാമുമായി ബന്ധപ്പെട്ടവർ, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരുടെയും ദോഷങ്ങൾക്ക് അള്ളാഹു കുറച്ചു തരുന്നതാകട്ടെ. അവരെയും നമ്മെയും അഭിസുന്നത്തി വചമാറ്റിൽ അടിയുറപ്പിച്ച് ജീവിതത്തിൽ ഇസ്ലാമിക ആശയങ്ങൾ പകർത്തി ഈമാനോടുകൂടി നയിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നാളെ സ്വർഗീയ ലോകത്തിൽ സംഘടിപ്പിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ചോദ്യങ്ങൾ ക്ഷണിക്കുകയാണ്. ഉള്ള ആളുകൾക്ക് ചോദിക്കാനുള്ള അവസരം നമ്മുടെ മൈക്ക് പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ചോദ്യകർത്താക്കൾ എഴുന്നേറ്റ് നിന്നാൽ നമ്മുടെ മൈക്ക് പരമാവധിക്കുള്ള ദൂരത്തേക്ക് എത്തിച്ചു തരും. നിങ്ങൾ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫതാവ മുഹീസുന്ന എന്ന പേരിൽ ഇവിടെ അതിന്റെ 1, 2, 3 ഭാഗങ്ങൾ ഒട്ടേറെ വിഷയങ്ങൾ കവർ എത്തിപ്പോകുന്ന ഉറൂസും നേർച്ച സിയാറത്തിന്റെ ഇനങ്ങൾ മുഴുവത്തും കാലത്തും ഇസ്തിഹാസ മഹാന്മാക്കളുടെ കഴിവുകൾ
അതിർഷയ്ക്കാണ് തവറുകൾ തവസൂര് സേവ ഭിന്നസാന്നിധ്യം കണ്ണീര് അസ്മാത് കൽസമാത് സിഗർ ഉറുക്ക് മന്ത്രം മേലസ് വിജ്ഞാന വഴി കൊടുക്കൽ തുടങ്ങി ഒട്ടേറെ ആശയപരമായ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിലുള്ള കർമ്മങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വിശദമായി നൽകുന്ന മറുപടി, സുന്നത്തും പ്രമാണങ്ങളും ഉപയോഗിച്ച് നൽകുന്ന മറുപടി ഫതാവ മുഫീദുന്ന അതിയുടെ വിതരണത്തിലുണ്ട്. അതിന്റെ തന്നെ ആശയപരമായ രണ്ടാമത്തെ വാല്യത്തിന്റെ കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുള്ള ഫതാവ മുഫീദുന്ന അതും ഇവിടെ നമ്മുടെ പ്രവർത്തകർ വിതരണം ചെയ്യുന്നു. മൗലികാഘോഷത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പൊൻപുസ്താദ് തന്നെ എഴുതിയ ലോകാനുഗ്രഹി എന്ന ഈ പുസ്തകം, അതും കന്നഡ ഭാഷയിലുള്ള ആ പുസ്തകവും ഇവിടെ വിതരണം നടത്തുന്നുണ്ട്. എല്ലാവരും ഓരോ കോപ്പി വാങ്ങാൻ ശ്രമിക്കുക. കഴിയാത്തവർ വായിച്ച് വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാൻ ചെയ്തുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യങ്ങൾ ജമാഅത്തിന്റെ അതായത് സുന്നികളുടെ വിശ്വാസമാണ് ഈ ദുനിയാവിൽ ഔലിയാക്കൾ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ പണ്ഡിതന്മാർ സഹായിച്ചേക്കാം, കുടുംബക്കാർ സഹായിച്ചേക്കാം. പക്ഷെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ സഹായിക്കാൻ ഏതെങ്കിലും ഔലിയാക്കൾക്ക് സാധിക്കുമോ? നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടെയുള്ള പ്രയാസങ്ങളല്ല, ഇവിടെ എല്ലാവർക്കും മുസ്ലിങ്ങൾക്കും എല്ലാം ദുഃഖവും ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ രക്ഷപ്പെടുത്താൻ നാളെ ലോകത്ത് ഔലിയാക്കളെ കൊണ്ടോ മറ്റ് ശുപാർശക്കാരെ കൊണ്ടോ സാധിക്കുമോ? ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ പലരുമുണ്ടാവും. പാരത്രിക ലോകത്ത് നമ്മെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്നാണ്. ഉണ്ടാകും എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസിയായ വ്യക്തിയാണെങ്കിൽ ആ സത്യവിശ്വാസിയായ മനുഷ്യനെ കൈപിടിച്ച് രക്ഷപ്പെടുത്താനും സഹായിക്കുവാനും അല്ലാഹു മഹാത്മാക്കൾ, പ്രവാചകന്മാർ, അതുപോലെ മഹത്തുക്കൾ അവർക്ക് അല്ലാഹു അനുമതി നൽകിയതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. അതിന് അറബിയിൽ ശഫാഅത്ത് എന്നാണ് പേര് പറയുക. ഈ ശഫാഅത്ത് എന്ന് പറയുന്ന ആ അധികാരം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റ് അമ്പിയാക്കൾക്ക് നൽകിയിട്ടുണ്ട്, മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട്, സ്വാലിഹീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ മഹാത്മാക്കൾക്ക് അല്ലാഹു ശഫാഅത്ത് എന്ന് പറയുന്ന അധികാരം നൽകിയതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ പണ്ഡിത വചനങ്ങളിലും രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പൂർവികരായ മുസ്ലിമീങ്ങളൊക്കെ മഹാരഥന്മാരായ സ്വഹാബിവര്യന്മാർ മുതൽ അവിടെ ഇങ്ങോട്ടുള്ള സത്യവിശ്വാസികളൊക്കെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് ചോദിക്കാനുള്ള കാരണം في القيامة مشفقا واهلنا من ضايا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتدي والهادي للعربي. മംബൂസ് മോദിയിലുള്ള മുസ്ലിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളീയ മുസ്ലിങ്ങളോട് മാത്രം ശൈലിയല്ല, സ്വഹാബികൾ പഠിപ്പിച്ച ചര്യയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ശുപാർശ ചോദിക്കുന്നത്, പാരത്രിക ലോകത്ത് ആഖിറത്തിലുള്ള ശഫാഅത്ത് ചോദിക്കുന്ന സ്വഹാബി പ്രമുഖൻ സവാദ് ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് ശുപാർശ ചോദിക്കുകയാണ്.
ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ ഇസ്വാബ ഫി തദ്രീദി സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. وكل شفيع يوم لا ذو شفاعة لمرئ قتيلا عن سواد بن خالد. ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നേരിട്ട് പറയുകയാണ്, നബിയേ കുൻ ബി ശഫീഅൻ, എനിക്ക് തങ്ങൾ ശഫാഅത്ത് നൽകണേ, ശുപാർശ ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തലേ നബിയേ. യൗമ ലാ ذو شفاعة, മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത എല്ലാവരും വിഷണ്ണരായി നിൽക്കുന്ന ആ ദിവസം, ഖിയാമത്ത് നാളിൽ എനിക്ക് നിങ്ങൾ ശുപാർശ ചെയ്യണേ നബിയേ. ഇത് അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അടച്ചു മൂടി ഉമ്മ വെച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നു, ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എടോ ആഖിറത്തിൽ ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഈ ആഖിറത്തിൽ ആ ശുപാർശ ചോദിച്ച നിന്റെ ഈ പ്രവർത്തനം, ഈ ചോദ്യം ശിർക്കായിപ്പോയി, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, കാഫിറായിപ്പോയി, മുശ്രിക്കായിപ്പോയി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുപോലെ 100 കണക്കിന് സംഭവങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു അനുമതി നൽകിയ മഹാത്മാക്കളായ ആളുകളൊരു മഹൽ വ്യക്തിത്വങ്ങൾ, അവർക്ക് ശുപാർശ ചെയ്യുക എന്ന ഒരു മഹത്തായ കഴിവ്, ഒരു പവർ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയത് ആർക്കാണ്? മുഅ്മിനുകളായ ആളുകൾക്ക് മാത്രമേ ശുപാർശ ചെയ്യുകയുള്ളൂ. അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്കല്ലാതെ ശുപാർശ ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹു അനുമതി നൽകിയ ആളുകൾ സത്യവിശ്വാസികൾ. ആ അനുമതി നൽകിയ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ശുപാർശ ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞിരുന്നു, ഈ ദൈവങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക്, ബിംബങ്ങൾക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നത് ഞങ്ങളെ അവർ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് ആ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. അവരെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു. അള്ളാഹു അനുമതി കൊടുക്കാത്തവരാണ് അവിശ്വാസികൾ, കാഫിറുകൾ, ബിംബങ്ങൾ, അതുപോലെ വിഗ്രഹങ്ങൾ. അവർക്ക് ശുപാർശ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിശ്വാസികളായ കാഫിറുകളായ ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ കഴിയില്ല. ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്, ഇത് വിശുദ്ധ ഹദീസുകൾ പഠിപ്പിച്ചതാണ്. അതേ അവസരത്തിൽ അള്ളാഹു അനുമതി നൽകിയ സത്യവിശ്വാസികൾക്ക് ശുപാർശ ചെയ്യാൻ അള്ളാഹു മഹാത്മാക്കൾക്ക്, പ്രവാചകന്മാർക്ക്, സുദ്ദീഖീങ്ങൾക്ക്, ശുഹദാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പവർ മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഒക്കെ ഉൾപ്പെടുത്തി പെരുമാറട്ടെ. എന്ന ആയത്തിന്റെ അർത്ഥത്തിൽ ഒരു ശരീരവും ഒരു ശരീരത്തിനും ഒരു സഹായവും ചെയ്യില്ല, ഒരു ശുപാർശയുടെ ശുപാർശയും അവിടെ വിലപ്പോകില്ല, ഒരു സഹായവും അവിടെ നടക്കില്ല എന്ന് അള്ളാഹു പറയുമ്പോ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന പൊന്നാനിക്കാരനും കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നവർ ഓർമ്മയുടെ ഒപ്പിച്ചതുമായ ആ മൗലിക വരികൾ കൊണ്ട് ശുപാർശയുണ്ട്, നരകത്തിലേക്ക് പോകുന്ന ആളുകൾ സ്വർഗത്തിലേക്കാകാൻ കഴിയും എന്ന് പറയുമ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഈ ഒരു ശുപാർശകന്റെയും ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളുടെയും ഒരു നെഫ്സും ഒരു നെഫ്സിനും ഒരു സഹായമാവില്ല എന്ന് പടച്ചും പറഞ്ഞ ആ കലാമിന്റെ നേർ വിപരീതമല്ലേ ഇവിടെ സംഭവിക്കുന്നത്? എങ്കിൽ ഖുർആനിന്റെ പ്രവൃത്തി, ഖുർആനിൽ പറയുന്നതിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ട്? സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് രണ്ടും പറയാൻ കഴിയുമോ? ഖുർആൻ ഇങ്ങനെ പറയുന്നു, മൗലവി കിതാബ് ഇങ്ങനെ പറയുന്നു എന്നൊരു മുസ്ലിം സഹോദരനോട് നമ്മൾ പറയേണ്ടി വന്നാൽ ഏത് രൂപത്തിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ കൈകാര്യം പറയേണ്ടത്. ഞാനിപ്പോ പൊന്നാനിക്കാരന്റെ കഥ എടുത്തുകൊണ്ടല്ല ഇതിനെ ഗ്രഹിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി സവാദുബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു, അയാൾ പൊന്നാനിക്കാരനല്ല, മക്കത്തുള്ള ആളാ.
മദീനത്തുള്ള ആളാ. പേരൊന്നും കൂടി പഠിച്ചു വെച്ചോളി. പൊന്നാനിക്കാരനല്ല, സവാദുബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു. സഹാബിയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, ഫഖുലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅത്തിൻ ബിമുഗ്നിൻ ഫതീലൻ സവാദുബ്നു ഖാലിദ്. സവാദുബ്നു ഖാലിദ് എന്ന് പറയുന്നത് എനിക്ക് ഇത് പൊന്നാനിക്കാരനല്ല, റസൂലുള്ളാഹിനോട് നേരിട്ട് പറയാം. വഫാത്തായതിനു ശേഷമല്ല. എന്നാ പിന്നെ അങ്ങനെയെങ്കിലും പറഞ്ഞു റസൂലുള്ള വഫാത്തായില്ല, അത് തങ്ങൾ ഉത്തരവാദിയല്ലോ ലോകെങ്കിലും പറയായിരുന്നു. ഇത് അങ്ങനെയല്ല. നബികളോട് പറയുകയാണ്, ആദ്യത്തിൽ എനിക്ക് നിങ്ങൾ ശുപാർശ ചെയ്യണമേ. ഇതാരാ പറയുന്നത്? വലാ യുഖബലു മിൻഹാ ശഫാഅത്തുൻ വലാ അദ്ലുൻ എന്ന് നിങ്ങൾ ഓതിയ ആയത്ത് പഠിച്ച സഹാബിയാണ് ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? വലാ യുഖബലു മിൻഹാ ശഫാഅത്തുൻ വലാ അദ്ലുൻ എന്ന് നിങ്ങൾ ഓതിയ ആയത്ത് ഇറങ്ങിയ റസൂലിനോടാ ചോദിക്കുന്നത്. അപ്പൊ ഈ ഇറങ്ങിയ റസൂലിൽ നിങ്ങൾ അർത്ഥം തിരിഞ്ഞാകും, റസൂലിൽ ആയത്തിന്റെ അർത്ഥം പഠിച്ച സഹാബിന്റെ അർത്ഥം തിരിഞ്ഞാകും. ഈ 3-ാം നൂറ്റാണ്ടും 4-ാം നൂറ്റാണ്ടും പൊന്നാനിക്ക കാലൊക്കെ കഴിഞ്ഞിട്ട് ആ കാലക്കാരിക്കാലം വരെ കഴിഞ്ഞിട്ട് ഒരു 10-ാം നൂറ്റാണ്ടിലുള്ള ഞമ്മക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആ ആയത്തിന്റെ അർത്ഥം തിരിഞ്ഞതെന്നും പറഞ്ഞാൽ തന്നെ മുസ്ലിമിന് ഏകദേശം തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ തിരിയാത്ത ഞമ്മക്കാണ്, മുസ്ലിമല്ല. മനസ്സിലാക്കുന്നത്? മുസ്ലിമിന് പറയുമ്പോഴേ ചെയ്യും, അവരൊക്കെ ശരിയാക്കി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ മുസ്ലിമിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ 2 രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ശഫാഅത്ത് ചെയ്യും എന്നൊരായത്തിൽ ഇപ്പം വാദി വിശദമായിട്ട് തന്നെ റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശഫാഅത്ത് ചെയ്യും 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 എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആയത്തുകൾ, ശഫാഅത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആയത്തുകൾ, രണ്ടുമുണ്ട്. അതിനാണ് ഞാൻ എന്റെ മറുപടിയിൽ സംക്ഷിപ്തമായി നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. എന്ത് ശുപാർശ ചെയ്യില്ല ചെയ്യില്ല ചെയ്യില്ല? അതാർക്കാണ്? അവിശ്വാസികളായ ആളുകൾക്ക് ശുപാർശ ചെയ്യില്ല. മൊബൈലൊന്ന് ഓഫാക്കുക, അല്ലെങ്കിൽ സൈലന്റിലാക്കുക, അല്ലാതെ പുറത്തു പോവുക. 3-ാമൊരു കാര്യം നിർബന്ധമാണ്. വേറെ പോലെ അറിയാൻ ചെയ്യാൻ അത് വലിയ സംഗതിയാണ്. അത്ര വലിയ എപ്പോഴും മൊബൈലിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കേണ്ട ആളുകൾ എത്ര അടിയത്തിൽ പുറത്തുനിന്ന് മെസ്സേജ് ചെയ്യിക്കാൻ പറയാം, ഇടയ്ക്ക് തുമ്പി എടുക്കുക, അങ്ങനെ വിളിക്കും. ഇത് കേൾക്കാൻ പറ്റുന്ന വേറെ സാഹചര്യം. ശരി. അപ്പൊ 2 രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അവിശ്വാസികളായ ആളുകൾ കാഫിറായിട്ട് മരിച്ചവരാണോ? ഒരു ശുപാർശ അവിടെ നടക്കൂല. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, വിശ്വാസിയായ ആളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലാമെന്ന് അതിനൊരു റഹ്മാൻ ഖുർആനാണ് പറയുന്നത്. ഇതും വിശുദ്ധ ഖുർആനിൽ ഇത് പ്രചാരിക്കാൻ എഴുതിയ ആയത്തല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്താണ്. ആർക്ക്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയ ആയത്തിലുള്ളതാണ്. ഇല്ലാമൻ അതിനൊരു റഹ്മാൻ, റഹ്മാനായ റബ്ബ് ഇതിന് കൊടുത്ത ആളുകളുണ്ട്, അവർക്ക് സമ്മതം നൽകും. റളിയല്ലാഹു ഖൗല ഖുർആൻ അങ്ങനെ കൂടി പറയുന്നുണ്ട്. സൂറത്തു റൂമിലാവുന്ന ഞാൻ ഓർക്കുന്നു, റളിയല്ലാഹു ഖൗല അള്ളാഹു ഖൗലാൽ അള്ളാഹു തൃപ്തിപ്പെട്ട വർത്തമാനം അവർ പറഞ്ഞിരിക്കുന്നു. നാം പ്രാർത്ഥന വിശദീകരിച്ചു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞവരാണോ അവനുഷനായ പാരത്രിക ലോകത്തിൽ മഹാത്മാക്കൾ ശുപാർശ ചെയ്യും. ഹദീസ് നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അവിടെ വെച്ച് പറയുകയാണ്, ശഫാഅത്തിൽ അംബിയാഹു, അംബിയാക്കളുടെ ശുപാർശ കഴിഞ്ഞു, മലായികത്തു മലക്കുകളും ശുപാർശ കഴിഞ്ഞു, വസ്വാലിഹൂൻ സത്യങ്ങളായ നല്ലവരായ മഹാത്മാക്കൾ സജ്ജനങ്ങൾ അവരുടെയും ശുപാർശ കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊക്കെ ശുപാർശ ചെയ്യാൻ മാത്രമുള്ള ആളുകൾ ശുപാർശ ചെയ്ത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആക്കിയിരിക്കുന്നു. വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. ഇനി അല്ലാഹുവിന്റെ ഔദാര്യമല്ലാതെ അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറെയൊക്കെ ഈമാൻ മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഈമാൻ എന്നാണ്. ഈമാനിന്റെ അല്പമെങ്കിലും ഹൃദയത്തിലുള്ള വ്യക്തികൾ നരകത്തിലുണ്ടെങ്കിൽ അവരെ കൂടി പിടിച്ച് അല്ലാഹു നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയില്ല. ഹദീസ് എടുത്ത് പരിശോധിച്ചു നോക്കൂ, മുസ്ലിം എടുത്ത് പരിശോധിച്ചോളൂ, തിരുമുഖി എടുത്തോളൂ, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. അല്ലാഹു പറയുന്നു, അവർ ശുപാർശ ചെയ്യാനുള്ള ആളുകൾ ശുപാർശ കഴിഞ്ഞു, അവരൊക്കെ സ്വർഗത്തിലേക്ക് അവർ ശുപാർശ ചെയ്തതനുസരിച്ച് കുറെ ആളുകൾ സ്വർഗത്തിലേക്ക് ആക്കി.
അങ്ങനെ മാറ്റുകയാണ്. അമ്പിയാക്കൾ ശുപാർശ ചെയ്തു, ഔലിയാക്കൾ ശുപാർശ ചെയ്തു, മലക്കുകൾ ശുപാർശ ചെയ്തു, അതുപോലെ തന്നെ സ്വാലികളായ ആളുകളും ശുപാർശ ചെയ്തു. എന്നിട്ട് അവരുടെ സ്വർഗത്തിലേക്ക് ആക്കി ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ 2 രൂപത്തിലുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം അമുസ്ലിമായ മനുഷ്യരോടാണെങ്കിലും മുസ്ലിമായ മനുഷ്യനോടാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറയണം. അതുകൊണ്ട് മുസ്ലിം സഹോദര, വിശ്വാസം ഉണ്ടെങ്കിലേ പാരമ്പര്യ ലോകത്തിൽ രക്ഷയുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. കാഫിറായി മരിച്ചാൽ, അവിശ്വാസിയായി മരിച്ചാൽ പാരമ്പര്യ ലോകത്ത് ഒന്നും നേടാൻ കഴിയില്ല. വിശ്വാസിയായിട്ട് മരിച്ചാൽ നമ്മൾ ചെയ്തുപോയ തെറ്റുകൾ, ആ തെറ്റുകൾ അല്ലാഹു പുറത്തു തരികയാണെങ്കിൽ നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുവാനാവട്ടെ. അല്ല, ആ തെറ്റുകൾ ശിക്ഷിക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ നമ്മളെ ശിക്ഷിക്കുന്നു. അങ്ങനെ ശിക്ഷ നടത്തുന്നതിനിടയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് താല്പര്യമുള്ള മഹാത്മാക്കളുണ്ടോ അവർ ശുപാർശ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഏതായാലും ഈമാൻ കൽബിലുള്ള മനുഷ്യനാണോ ശിക്ഷയുടെ കണക്കനുസരിച്ച് തോന്നി കഴിഞ്ഞ് അവനെ സ്വർഗത്തിലേക്ക് ആക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ഖുർആനും സുന്നത്തും നേരത്തെ പഠിപ്പിച്ചതുകൊണ്ടാണ് പൊന്നാനിക്കാരൻ അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ വിശുദ്ധ ഖുർആനിനെ പൊന്നാനിക്കാരന്റെ വാക്കുകളെ കൊണ്ട് ചൂണ്ടിയാക്കിയാൽ പൊന്നാനിക്കാരൻ എന്ന് പറഞ്ഞ് അത്ര നമ്മൾ കൊച്ചാക്കേണ്ടതുമില്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ കബീർ അൽ മഖ്തൂം അൽ കബീർ മഹാനവറുകൾ കേരളത്തിൽ ഇസ്ലാമിന്റെ വൈജ്ഞാനിക പ്രഭക്ക് തിരികൊളുത്തിയ മഹാപണ്ഡിതനാണ്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, കേരളം എന്ന് വെക്കണ്ട, കർണാടക സ്റ്റേറ്റിലുമായിക്കോട്ടെ, ഇന്ത്യയിൽ ഒട്ടുക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന വഹാബി പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ, ജമാഅത്തെ ഇസ്ലാമിലുള്ള പണ്ഡിതന്മാർ പോകട്ടെ, സുന്നി പണ്ഡിതന്മാരെക്കാളൊക്കെ ഏറെ തഖ്വയിലും ഈമാനിലും ഹിദായത്തിലും ഇൽമിലും എന്തുകൊണ്ടും മുൻപന്തിയിലുള്ളയാളാണ് നിങ്ങൾ ആ പറഞ്ഞ പൊന്നാനിക്കാരൻ. അതായത് മഹാനായ മഖ്ദൂം തങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. അവർ ഖുർആനും സുന്നത്തും പഠിക്കാത്തവരല്ല, ഖുർആനും സുന്നത്തും തിരിയാത്തവരല്ല. അവർക്ക് കാണാൻ കിട്ടാത്ത ഒരായത്ത് 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കാരും കിട്ടിയിട്ടില്ല. അവർ കാണാത്ത ഒരായത്ത് നമ്മൾ കണ്ടിട്ടില്ല. അവർക്ക് തിരിയാത്തൊരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പൊ അവരൊക്കെ ഈ ആയത്തും ഹദീസും കാണിക്കുന്നത് തന്നെയാണ് നബിയെ നിങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് അവർക്ക് ആവശ്യപ്പെട്ടത്. അത് നമ്മൾ പൊന്നാനിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അത്ര കൊച്ചാക്കേണ്ട ആവശ്യമൊന്നുമില്ല.